رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ربنا زدنا علما نافعا رزقا طيبا ولما متقبلا من يا رب العالمين. اللهم صل على محمد وعلى ال محمد. الحمد لله رب العالمين. അൽഹംദുലില്ലാ. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്, പരിചയപ്പെടുന്നത്. പുതിയ കുട്ടികളുണ്ട്. അൽഹംദുലില്ലാ. നമ്മള് ഈ ഗ്രൂപ്പിലേക്ക് വന്നത് നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ട് വന്നതായിരിക്കും. എല്ലാ ആളുകളും, ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ട് വന്ന കുട്ടികളാണ്. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് ഇത്. ഓക്കെ, ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് രണ്ട് വാക്ക് പറയാ. അതിനുശേഷം നമ്മളെ ഗ്രൂപ്പില് നടക്കുന്ന ക്ലാസ്സുകളെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തുക. പിന്നെ അതിനുശേഷം ഈ ഗ്രൂപ്പില് നമ്മൾ ഫസ്റ്റ് ബാച്ചില് ബാച്ചിന്റെ ഒരു വർഷം കഴിഞ്ഞ് അവർക്കുള്ള അവരുടെ റിസൾട്ട് അനൗൺസ് ചെയ്യാം. പിന്നെ പുതിയതായിട്ട് കയറി വന്ന ഈ ബാച്ച്, ഈ മദ്രസയുടെ ഈ ബാച്ചിന് വെൽക്കം ചെയ്യാം. ഇത്രയുമാണ് നമ്മളെ മുന്നിലുള്ള ദൗത്യം. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു തആല അത് പൂർത്തീകരിക്കാനും അത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളിലേക്ക് എത്താനും നിങ്ങൾക്ക് അത് ഏറ്റവും നല്ല രീതിയിൽ ഉപകാരപ്പെടാനും ഉപയോഗപ്പെടാനും ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും ഏറ്റവും ഉത്തമമായ ഒരു അമലാകാനുള്ള ഒരു സബബാവാനും അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدني علما نافعا رزقا طيبا متقبلا من يا رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. الحمد لله رب العالمين. നമ്മള് ദീന് പഠിക്കാനുള്ള ഒരു ഇതിനാണ് വന്നത് അല്ലേ? അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് നിങ്ങൾ ഇതിലേക്ക് വന്നപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകിയവർക്ക് മാത്രമേ ദീനിലേക്ക് വരാൻ കഴിയൂ. ഓക്കെ, ഖുർആനിൽ അൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, നബിയെ നീ പറയുക എന്ത്, നീ കാരണം നീയല്ല അവരുടെ ഹൃദയത്തെ തുറക്കുന്നവനെന്ന്. അതായത് അല്ലാഹു സുബ്ഹാനഹു തആല ഹൃദയത്തെ തുറന്നവർക്ക് മാത്രമേ ദീനിലേക്ക് എത്താൻ കഴിയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദീൻ എത്തിച്ചു തരാനുള്ള ദൗത്യം മാത്രമേ അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തിട്ടുള്ളൂ. അത് നമ്മളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചു തരുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. ആ ഒരു അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ ഒരു അപാരമായ തൗഫീഖിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇതിനു മുന്നിൽ ഇരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഇൽമിന്റെ മജ്ലിസ് സ്വീകരിക്കുകയും നമുക്കിത് തൃപ്തിപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഇൽമ് നൽകുകയും നമുക്കത് ഉപകാരപ്പെടുകയും നാളെ അല്ലാഹു സുബ്ഹാനഹു തആലയെ കണ്ടുമുട്ടുന്ന നാളില് നമുക്കിത് ഏറ്റവും നല്ലൊരു അമലായി അല്ലാഹു സുബ്ഹാനഹു തആല തൃപ്തിപ്പെട്ട് സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെ പൊന്നു മക്കളല്ലേ, എല്ലാവർക്കും മക്കൾ എന്ന് പറയുന്നത് നമ്മളെ ഹൃദയത്തിന്റെ വികാരമാണ് അല്ലെ. അതിപ്പോ ഏതാളെ നോക്കിയാലും, അത് മുസ്ലിം ആവട്ടെ അല്ലാത്തവരാവട്ടെ, മക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വകാര്യ സ്വത്താണ്. പക്ഷെ അവരെ വളർത്തുന്നതിലുള്ള പല രീതികൾ കൊണ്ടാണ് അവര് വഴി മാറിപ്പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ജനിക്കുന്നത് ഒരേ ഫിത്രത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരും ജനിപ്പിക്കുന്നത് ഒരേ ഫിത്രത്തിലാണ്. അതായത് ശുദ്ധമായ മനസ്സുകൊണ്ടാണ് നമ്മളെല്ലാവരും ജനിച്ചു വീഴുന്നത്. നമ്മുടെ ഹൃദയത്തിലെ ചെറിയൊരു കുഞ്ഞിനെ നോക്കിയാൽ മനസ്സിലാവും, ആ കുഞ്ഞിന് ഹൃദയത്തിൽ ഒന്നുമില്ല, ഒരു കറ പോലും ഇല്ല അല്ലെ. ഒരു കറയോ ഒരു കളങ്കമോ ഒന്നുമില്ല. ആരെ നോക്കിയും ആ കുട്ടി ചിരിക്കും. എന്തുകൊണ്ടാണ്? ആ കുട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹു സുബ്ഹാനഹു തആല ഇട്ടുകൊടുത്ത ഫിത്രത്ത് എന്താണ്? ശുദ്ധ മനസ്കരായ ആളുകളായിട്ടാണ് അവരെ ജനിപ്പിക്കുന്നത്. പിന്നെ അവരെ മജൂസിയാക്കുന്നതും മുസ്ലിം ആക്കുന്നതും ക്രിസ്ത്യാനിയാക്കുന്നതും ഒക്കെ ആരാണ്? നമ്മൾ മാതാപിതാക്കളാണ് അല്ലെ. മാതാപിതാക്കളാണ് എല്ലാം അവരെ ആക്കി തീർക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ നഫ്സിനോട് ചോദിക്കണം, നമ്മൾ നമ്മുടെ മക്കളെ എന്താക്കിയിട്ടാണ് വളർത്തുന്നത്? ഒരു കുഞ്ഞും വഴികേടിലായിട്ട് വളരുന്നില്ല അവരെ മാതാവ് അല്ലെങ്കിൽ പിതാവ് വഴികേടിലാവാതെ. ഓക്കെ, അവരെ വഴികേടാണ് മക്കളെ അത് വളർത്തുന്നത്.
ആ മക്കൾ അത് വളർന്ന് കണ്ടു പഠിക്കുന്നത് കൊണ്ടാണ് അവരത് കണ്ട് വളരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വലിയ ഒരാള് അവന് വഴികേടിലായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം വിരൽ ചൂണ്ടുന്നത് ആരിലേക്കാണ്? അത് അവരുടെ മാതാപിതാക്കളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത് ഏതൊരാളാവട്ടെ, ഏതൊരു മനുഷ്യനാവട്ടെ. നമ്മളെ കൂടൊക്കെ നമ്മുടെ ഇണകളുണ്ട് അല്ലെ, നമ്മുടെ ഭർത്താക്കന്മാരുണ്ട്. അവരുടെ സ്വഭാവങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവരെ മാതാപിതാക്കളിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവരെങ്ങനെയാണ് വളർന്നത് എന്നുള്ളത്. അതിന് വേറെ ആരെയും നോക്കണ്ട. അതുകൊണ്ടാണ് കുടുംബം നോക്കിയിട്ട് വിവാഹം കഴിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, വിവാഹം കഴിക്കുമ്പം എപ്പോഴും നമ്മൾ ദീന് മാത്രമല്ല നോക്കുന്നത്, കുൽക്കും കൂടി നോക്കും, അതായത് സ്വഭാവം കൂടി നോക്കും. സ്വഭാവം കൂടി നോക്കിയിട്ട് വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ദീനുണ്ട് എന്നതുകൊണ്ട് മാത്രം വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. ദീനിന്റെ കൂടെ തന്നെ സ്വഭാവം കൂടി നോക്കിയിട്ട് വേണം വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ. അത് ഏത് കുടുംബത്തിലാണ് ജനിച്ചത്, കുപ്പത്തൊട്ടിയിൽ വളർന്ന എത്ര വിവരമുള്ള അറിവുള്ളവനായാലും അതിന്റെ ആ സ്വഭാവം കാണിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ നമ്മുടെ ദീന്, അതിന്റെ കൂടെ തന്നെ സ്വഭാവം എവിടുന്നാണ് കിട്ടുന്നത്? മാതാപിതാക്കളിൽ നിന്നാണ് കിട്ടുന്നത്. അത് എപ്പോഴും നമ്മളെ ഉള്ളിൽ വേണം. എന്റെ കുഞ്ഞ് വളരുമ്പോ എന്റെ കുട്ടി ആരായി തീരണമെന്ന് ഞാൻ ഇന്ന് നിശ്ചയിക്കണം. എന്റെ സ്വഭാവത്തിന്റെ ഭാഗമായിരിക്കും എന്റെ കുട്ടി. ഞാൻ എന്ത് സ്വഭാവമാണോ കാണിക്കുന്നത് ആ സ്വഭാവം തന്നെ ആയിരിക്കും എന്റെ കുട്ടിക്ക് ഉണ്ടാവുക. ഈ വലിയ ചില ആളുകൾ ഭയങ്കരമായിട്ട് ഒച്ചയിടുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവര് മാതാപിതാക്കൾ അങ്ങനെ ഒച്ചയിട്ട് വളർത്തിയിട്ടാണ് ആ കുട്ടികളെ അതേ ആ രീതിയിൽ അവർ വളർന്നു വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ എപ്പോഴും നമ്മളെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഞാൻ ആരാണോ അത് തന്നെയാണ് എനിക്ക് ശേഷം വരുന്ന തലമുറയും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഇന്ന് നിങ്ങളെ കുറ്റം പറയില്ല ആരും, പക്ഷെ നാളെ ഈ കുട്ടികൾ തന്നെ വളർന്നു വലുതായി ഒരു കുടുംബത്തിലേക്ക് ചേരുമ്പോൾ, ഒരു ഇണയോടൊപ്പം ചേരുമ്പോൾ ആ ഇണ പറയുന്ന ഓരോ വാക്കുകളും ആ നിങ്ങളുടെ മകൾക്കെതിരെ അല്ലെങ്കിൽ മകനെതിരെ പറയുന്ന ഓരോ വാക്കുകളും അത് നിങ്ങളോട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ പഠിപ്പിച്ചത് എന്താണോ അതാണ് അവര് വളർത്തിയെടുത്തത്. അപ്പൊ വീട്ടിന്റെ ഉള്ളില് നിങ്ങൾ എന്താണോ ചെയ്തത് അത് നാളെ ഒരു ദിവസം അത് പുറത്തേക്ക് വരും. അതെങ്ങനെയാണ് വരിക? അവര് വളർന്നു വലുതായി, നമ്മളെ മക്കൾ വളർന്നു വലുതായി ഒരു കുടുംബത്തിലേക്ക് ചേരുമ്പോൾ അത് പുറത്തു വരും. അത് തന്നെ ആയിരിക്കും നമ്മുടെ വീട്ടിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത പഠനം. അപ്പം ഒരിക്കലും അത് വെറുതെ ആയി പോകുന്നതല്ല. ഒച്ചയിട്ട് സംസാരിക്കുന്ന വീടുകള്, ഒച്ചയിട്ട് സംസാരിക്കുന്ന മാതാപിതാക്കൾ, മക്കളും അത് തന്നെയാണ് കണ്ടു വളരുന്നത്. അതുപോലെ തന്നെ കളവ് പറയുന്ന മാതാപിതാക്കൾ, അത് മക്കൾ പഠിക്കും, മക്കളും അതുപോലെ കളവ് പറയാൻ പഠിക്കും. ആദ്യത്തിലൊക്കെ അവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. നമ്മളിങ്ങനെ കളവൊക്കെ പറയുമ്പോൾ ആളുകളെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ കളവ് പറയും. വീട്ടില് ഭക്ഷണമൊക്കെ ഉണ്ടാവും, എന്നാലും ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഒന്നുമില്ല പറയും. അല്ലെ? നമ്മളൊക്കെ ചെയ്യുന്ന ഒരു ചെറിയൊരു കളവാണിത്. ഒരാൾ വന്ന് ചോദിച്ചാൽ ഇല്ല, ഒന്നുമില്ല പറയും. കുട്ടി അത് കാണുന്നുണ്ട് ഉള്ളിലിരുന്നിട്ട്. കുട്ടി മനസ്സിലാക്കും വീട്ടിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും ആളുകളുടെ അടുത്ത് പറയുമ്പോൾ എന്ത് പറയുന്നു? ഒന്നുമില്ല പറയുന്നു. അത് കുട്ടി പഠിച്ചു കഴിഞ്ഞു. ഇനി നാളെ കുട്ടി നമ്മളോട് തന്നെ അത് പറയും. നമ്മൾ എന്തെങ്കിലും മാതാപിതാക്കൾ പ്രായമായി നമ്മളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കളോട് ചോദിച്ചിട്ടാ പറയും, ഇല്ലമ്മ എന്റെ അടുത്തില്ലപ്പം. അത് നമ്മൾ കൊടുത്ത ആ ഒരു കളവാണ്. അത് വളർന്നു വലുതായി അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു മടങ്ങി. എത്രയോ ആളുകളിൽ ഇത് നമ്മളിന്ന് കാണുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അതില് ഒരുപാട് മാതാപിതാക്കളുടെ മിസ്റ്റേക്കാണ് ആ മക്കളിലൂടെ അത് തിരിച്ചു മടങ്ങിയത്. അപ്പം അതുകൊണ്ട് തന്നെ ദീന് എന്ന് പറയുന്നത് നമ്മള് ഒരു മദ്രസയിൽ പഠിപ്പിക്കാൻ അയച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടീച്ചർ പഠിപ്പിക്കാനാക്കിയത് കൊണ്ടോ ദീന് പൂർത്തിയാവുന്നില്ല. അത് ദീന് പൂർത്തിയാക്കുന്നതല്ല, അത് ദീനിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുന്നത് മാത്രമാണ്. എന്നാല് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സബബ്, ആ ഒരു ആ ഫിത്രത്തിന്റെ ബാക്കി ഭാഗമായിരിക്കും നാളെ നമ്മളെ മക്കളിലൂടെ നമ്മൾ കാണുന്നത്. ഇത് നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു പാഠാണ്. അതിന്റെ ബാക്കിയായിട്ട് ഞങ്ങൾക്ക് ഈ ഒരു ദീനി ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്ന അമല് തരാൻ പറ്റുള്ളൂ. അപ്പം അത് എല്ലാവരും, ഞാനും നിങ്ങളും നൽകുന്ന എനിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നില് ഞാനും അക്കൗണ്ടബിൾ ആണ്. അല്ലെ? ഞാൻ നിങ്ങളെ ഈ വിളിച്ചു കൂട്ടി നിങ്ങൾക്ക് ദീന് ഞാൻ എത്തിച്ചു തരുമ്പം ഞാൻ ഉറപ്പിക്കണം, ഞാൻ നൽകുന്ന ദീന് നിങ്ങൾക്ക് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പം എനിക്കത് ഉറപ്പിക്കണം. കാരണം കളവ് കൊണ്ട് എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറ്റൂല.
അത് എനിക്കോ നിങ്ങൾക്കോ ചെയ്യാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നവനാണ്. ഞാൻ എന്ത് ചെയ്തോ അത് മുഴുവൻ എന്റെ റബ്ബ് കാണുന്നുണ്ട്. 5 വക്ത് ഞാൻ നിസ്കരിക്കുമ്പോൾ, ഞാൻ നമസ്കരിക്കും, ഞാൻ സുജൂദിലേക്ക് പോകുമ്പം ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധമാക്കിക്കൊണ്ട് മാത്രമേ എനിക്ക് സുജൂദ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ സുജൂദ് ചെയ്തിട്ട് കാര്യമില്ല, എന്റെ റബ്ബ് അത് സ്വീകരിക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളിപ്പോ വിളിച്ചു വരുത്തിയത്, നിങ്ങൾക്ക് ഈ ദീനിൽ നിന്ന്, ഈ ഗ്രൂപ്പിൽ നിന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഇൽമ് നിങ്ങൾക്ക് നൽകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എനിക്കും വാക്ക് തരണം, നിങ്ങളെ മക്കളെ ആ രീതിയിൽ തന്നെ നിങ്ങൾ വളർത്തും എന്നുള്ളത് നിങ്ങൾ എനിക്ക് വാക്ക് തരണം. അല്ലാതെ ഇത് ഞങ്ങൾ എത്ര തന്നെ നിങ്ങൾക്ക് എത്തിച്ചു തന്നാലും അത് പൂർത്തിയാവൂല. എവിടെ വരെ എത്താതെ? അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ മക്കളിലേക്ക് എത്താതെ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മക്കളെന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും വേണ്ടത് എന്താണെന്നറിയോ? പഠനമല്ല അവർക്ക് വേണ്ടത്. അവർക്ക് നിങ്ങൾ ഇങ്ങനെ ക്ലാസ് റൂമുകളിൽ കൊണ്ടുപോയിരുത്തി അവരെ പഠിപ്പിക്കലല്ല അവർക്ക് ആവശ്യം. അവരുടെ ആവശ്യം എന്താ? നിങ്ങളുടെ സ്നേഹമാണ് അവർക്ക് ആവശ്യം. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ലാളന, നിങ്ങളുടെ കരുതല്, ഇത് മൂന്നിനുമാണ് അവർ ദാഹിച്ചു കൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമ്മൾ അത് മനസ്സിലാക്കണം. നമ്മളെ മക്കള് നമ്മളെ ചുറ്റും ഇങ്ങനെ കിടന്നിങ്ങനെ കളിക്കൂലേ? ഒരു വിരുന്നുകാർ വന്നാൽ നിങ്ങൾക്ക് തന്നെ അറിയുന്നതാണ്. വീട്ടിലൊരു വിരുന്നുകാർ വന്നാല് നമ്മളെ മക്കള് എങ്ങനെയായിരിക്കും അവിടെ ഉണ്ടാവുക? അവര് നമുക്ക് ചുറ്റും ഇങ്ങനെ കിടന്ന് കളിക്കും. എന്തിനാണ് ആ കളിക്കുന്നത്? നമ്മളെ ചുറ്റും ഇരിക്കും. നമ്മൾ എന്നിട്ട് പറയും, ഒന്ന് അങ്ങോട്ട് പോയിക്കേ, ഞങ്ങളിന്ന് വർത്താനം പറയട്ടെ. എന്നാലും അവരിങ്ങനെ ഇടയിൽ വന്ന് ഇങ്ങനെ കളിക്കും. എന്തിനാണത്? നമ്മൾ അറ്റൻഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ അറ്റൻഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ആ ആഗ്രഹിക്കുന്ന സമൂഹമാണ് മക്കളെന്ന് പറയുന്നത്. എപ്പോഴും അറ്റൻഷൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളെ നിങ്ങൾ ഈ ഗ്രൂപ്പുകളിൽ, ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ കൊണ്ടുപോയിരുത്തിയാൽ പോലും നിങ്ങളെ അറ്റൻഷൻ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് വേണം. ആ അറ്റൻഷൻ നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആ അറ്റൻഷൻ നിങ്ങൾ കൊടുക്കാതെ നിങ്ങൾ കുട്ടികളെ മൊബൈലും കൊടുത്ത് ഒരു ഭാഗത്ത് ഇരുത്തിയാല്, നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളെ കുട്ടികള് ഈ ക്ലാസ് റൂമിലല്ല അവർ ഇരിക്കുന്നുണ്ടാവും. ആ അറ്റൻഷൻ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് അവർ പോകും. അതെവിടെയാണ് അറ്റൻഷൻ കിട്ടുന്ന സ്ഥലങ്ങള്? അത് ചിലപ്പം ഏതെങ്കിലും യൂട്യൂബ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ വല്ലതും ആയിരിക്കും. അങ്ങനെ പലതരത്തിലേക്ക് അവര് ആ അറ്റൻഷന് വേണ്ടിയിട്ട് അവർ പോകും. അൽഹംദുലില്ലാ. അപ്പം അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ കുട്ടികളെ കൊണ്ടുവന്നാലും പൂർണ്ണമായിട്ടും നിങ്ങളുടെ അറ്റൻഷനും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് കുട്ടികളെ പറഞ്ഞയച്ചിട്ട് കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു അറ്റൻഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ കുട്ടികളെ ഞങ്ങളുടെ അടുത്തേക്ക് അയക്കണം. ഞങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇപ്പൊ വിളിച്ചു വരുത്തിയത് പോലും. ആ ഒരു അറ്റൻഷൻ നിങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ മക്കളെ വളർത്തും എന്നുള്ളത് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല അറിവായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് അറ്റൻഷൻ കൊടുക്കണം, നിർബന്ധമായിട്ടും കൊടുക്കണം. ഏത് ഓൺലൈൻ ക്ലാസ്സുകളിൽ ഇരുത്തിയാലും നിങ്ങൾ അവിടെ അറ്റൻഷൻ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ആ ഒരു സെക്കൻഡ് മൈൻഡ് ഉണ്ടല്ലോ, നിങ്ങൾ ചിലപ്പം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, പണി ചെയ്തുകൊണ്ടിരിക്കും, എന്നാലും നിങ്ങളുടെ ഒരു ഉൾവിളി നിങ്ങളുടെ മക്കളുടെ അടുത്തുണ്ടാവും. അവർക്ക് അറിയണം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കുന്നുണ്ട്, നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നുണ്ട്. അവര് വേറെ എങ്ങോട്ടും പോകൂല, ഒരു സ്ഥലത്തേക്കും പോകൂല. ഉറപ്പ് തരാം, നിങ്ങളുടെ മക്കൾ എത്ര വളർന്ന് വലുതായി എവിടെ ചെന്നാലും എല്ലാ ദിവസവും ഉമ്മാന്റെ ശബ്ദം കേൾക്കാൻ, ഉപ്പാന്റെ ശബ്ദം കേൾക്കാൻ അവർ വിളിക്കും. കാരണം ആ ശബ്ദം കേൾക്കാതെ അവർക്ക് ഉറങ്ങാൻ പറ്റൂല. എന്താ കാരണം? ചെറുപ്പത്തിൽ നിങ്ങൾ കൊടുത്ത അറ്റൻഷനും സ്നേഹവുമാണത്. അതില്ലാത്തത് കൊണ്ട് മാത്രമാണ് പല കുട്ടികളും വഴികേടിലായി പോയിട്ടുള്ളത്. പല കുട്ടികളെയും കുറിച്ച് പറയും, അവിടെ പോയി അവൻ വഴികേടിലായി, ഇവിടെ പോയി ആ ഒരേറ്റു പിന്നെ ആ ആ ബന്ധത്തിൽ പോയി പെട്ടു, ഈ ബന്ധത്തിൽ പോയി പെട്ടു. ശരിക്കും നോക്കേണ്ടത് മാതാപിതാക്കളിലേക്കാണ്. അവരെങ്ങനെ ആ ബന്ധത്തിൽ പോയി പെട്ടു? നിങ്ങൾ എത്ര ദിവസം ആ കുട്ടികൾക്ക് ദിവസം ഫോൺ ചെയ്ത് അല്ലെങ്കിൽ അവരോട് സംസാരിക്കാറുണ്ടായിരുന്നു? അപ്പൊ മനസ്സിലാവും അവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് അതിന്റെ ഇടയിൽ എവിടെയോ വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടികള് അതിന്റെ ഇടയിൽ എവിടെ പോയത്? വേറെ ഏതെങ്കിലും ബന്ധത്തിലേക്ക് പോയത്. കാരണം അറ്റൻഷൻ സീക്കേഴ്സ് ആണ് എല്ലാവരും. അത് ഞാനായിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, നിങ്ങളെ ഭർത്താവായിക്കോട്ടെ, എല്ലാവരും അറ്റൻഷൻ സീക്കേഴ്സ് ആണ്. നിങ്ങളെ ഭർത്താവിന് നിങ്ങളുടെ അറ്റൻഷൻ കിട്ടണം, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ അറ്റൻഷൻ കിട്ടണം, മക്കൾക്ക് മാതാപിതാക്കളുടെ അറ്റൻഷൻ കിട്ടണം. ആ അറ്റൻഷൻ നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വേറെ ഏതെങ്കിലും ബന്ധത്തിൽ പോയി പെടും. അത് ഏതാണോ
അത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ ഭാര്യ ഭർത്താക്കന്മാരായിക്കോട്ടെ മക്കളായിക്കോട്ടെ. ആ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ ഗ്രൂപ്പുമായിട്ട് സഹകരിക്കും എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ക്ലാസ് റൂം കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുള്ളൂ. പല കുട്ടികളും ഇവിടെ വന്നു പോകാറുണ്ട്. ഓക്കെ, വന്നു പോകുന്ന കുട്ടികളുടെ കഥകൾ പറയുകയാണെങ്കിൽ ഇടയിലിടയിൽ ഇട്ടിട്ട് പോകുന്ന മക്കൾ ഒരുപാടുണ്ട്. കാരണം എന്താണെന്നറിയോ? മാതാപിതാക്കളുടെ അറ്റൻഷൻ ഇല്ലാത്തത് കൊണ്ട് മാത്രം ആ മക്കൾക്ക് യാതൊരു ഇൽമും ഇതിൽ നിന്ന് കിട്ടിയില്ല. കാരണം ടീച്ചേഴ്സിന് ക്ലാസ് കൊടുക്കാം എന്നുള്ളത് അത് ഞങ്ങൾ തരുന്ന വാക്കാണ്. പക്ഷെ ആ ക്ലാസ് നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? നിങ്ങളാണ്, മാതാപിതാക്കളല്ലേ. കാരണം നിങ്ങളല്ലേ നേരിട്ട് അവരെ കാണുന്നത്. അപ്പൊ ഇന്ന് എന്റെ കുട്ടി എന്താണ് ക്ലാസ്സിൽ പഠിച്ചതെന്നുള്ളത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കുട്ടികളോട് ചോദിക്കണം. നിങ്ങൾ ഭക്ഷണം കൊടുക്കണില്ലേ മക്കൾക്ക്? ആ സമയത്ത് നിങ്ങൾ ഇരുന്നിട്ട് ചോദിച്ചാൽ മതി, ഇന്ന് എന്തേ പഠിച്ചത്? ചിലപ്പോൾ നിങ്ങൾക്കും അതിൽ നിന്ന് കിട്ടാവുന്ന ഒരു അറിവുണ്ടാവും. നിങ്ങളും പഠിക്കേണ്ടെന്ന ഒരു അറിവുണ്ടാവും. കാരണം നമ്മളൊക്കെ ചെറുപ്പത്തിൽ മദ്രസകളിൽ പോയിട്ടുണ്ടാവും, മദ്രസയിൽ പോവാത്തവരുണ്ടാവും, പഠിച്ചവരുണ്ടാവും, പഠിക്കാത്തവരുണ്ടാവും. നമ്മളും അറിവ് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തണം. നിങ്ങൾ മക്കളോട് ചോദിക്കണം, എന്തെന്ന് പഠിച്ചത് എന്റെ കുട്ടി, എന്റെ മോൻ എന്താ പഠിച്ചത്? നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ ചോദിച്ചറിയണം, എല്ലാ ദിവസവും ചോദിച്ചറിയണം. എങ്കിൽ മാത്രമേ ആ കുട്ടിക്കും പഠിക്കുന്ന ക്ലാസ്സിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതും പിറ്റേ ദിവസം വന്നിരിക്കുന്നത് എന്തിനാന്നറിയോ? അത് ഇന്ന് എന്റെ ഉമ്മാക്ക് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എന്റെ ഉപ്പ ഇന്ന് ചോദിക്കുമ്പോ എനിക്ക് പറഞ്ഞു കൊടുക്കാന് അതിനു വേണ്ടിയിട്ട് അവർ കാത്തിരിക്കും. അങ്ങനെയാണ് മക്കള്. കാരണം അവർക്ക് അറ്റൻഷൻ നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടണമെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്ത് പറയണം. അതിനവർക്ക് നിങ്ങൾ ചോദിച്ചറിയും എന്നുള്ളത് കൊണ്ട് തന്നെ അവര് ഇതിലേക്ക് ശ്രദ്ധിക്കും. അങ്ങനെയാണ് അറ്റൻഷൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ദീനിന്റെ പഠനം നിങ്ങൾ മക്കൾക്ക് വേണ്ടി നടത്തുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അടുക്കുകയാണ്. അവന്റെ സ്വർഗത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ് നിങ്ങൾ ഇതിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹത്തെ പൂർത്തിയാക്കി കൊടുക്കും, അതായത് ആ വഴി എളുപ്പമാക്കി കൊടുക്കും. എന്നാല് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് വെറുതെ നിങ്ങൾ വേസ്റ്റ് ഓഫ് മണിയാണ്. ആ വേസ്റ്റ് ഓഫ് മണി എനിക്കും ആവശ്യമില്ല, ഈ ഗ്രൂപ്പിനും ആവശ്യമില്ല. കാരണം ബർക്കത്ത് എന്ന് പറയുന്നത് അത് പൂർത്തിയാകുമ്പോഴാണ്, അത് കൊടുക്കൽ വാങ്ങലുകൾ പൂർത്തിയാകുമ്പോൾ മാത്രമേ അതിൽ ബർക്കത്ത് ഉണ്ടാവൂ. ഈ ബർക്കത്ത് ബർക്കത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ കയ്യിലുള്ള പൈസക്ക് ബർക്കത്തില്ല അല്ലെങ്കിൽ ബർക്കത്തുണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ എത്ര ആളുകൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചിട്ടുണ്ട് എന്നറിയില്ല. പക്ഷെ ബർക്കത്ത് എന്ന് പറയുന്നത് നമ്മളെ ഒരു കർമ്മം പൂർത്തീകരിക്കുമ്പോൾ മാത്രമേ അതിൽ ബർക്കത്ത് വരൂ. അതായത് നമ്മൾ എന്ത് കർമ്മം ചെയ്തോട്ടെ, കച്ചവടത്തിൽ ബർക്കത്ത് വരണമെങ്കിൽ അത് 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 സത്യസന്ധമായിട്ട് നമ്മൾ അത് പൂർത്തീകരിക്കണം. അതായത് കച്ചവടക്കാരന് ആർക്കാണോ കച്ചവടം ചെയ്തത് അത് ഏറ്റവും നല്ല രീതിയിൽ അവരത് സ്വീകരിച്ച് വാങ്ങിക്കുമ്പോഴാണ് അതിൽ ബർക്കത്ത് വരുന്നത്. അതായത് ഞാൻ ഇന്ന് ഒരാളെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിന് തിരിച്ച് പൈസ കൊടുക്കുമ്പോൾ ആ കൊടുത്ത പൈസക്കുള്ള മൂല്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, അതിൽ ബർക്കത്തിറങ്ങുള്ളൂ. ആ ബർക്കത്തുള്ള പൈസ മാത്രമേ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അതുകൊണ്ട് ഉപകാരപ്പെടും. അല്ലാത്ത പൈസക്ക് എന്താ സംഭവിക്കുക എന്നറിയോ? നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കും, അവിടെ കൊണ്ടുപോയി കൊടുക്കും, അനാവശ്യങ്ങളിലേക്ക് അത് തിരിച്ചു മടങ്ങും. എന്താണോ നമ്മൾ എങ്ങനെയാണോ അത് നേടിയത് അതേ രീതിയിൽ തന്നെ അത് തിരിച്ചു മടങ്ങും. അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ ദീന് പഠിപ്പിക്കുമ്പം, നിങ്ങൾ ദീന് പഠിക്കുമ്പം അത് പൂർത്തിയായിട്ടുണ്ടെന്ന് നിങ്ങളും ഞാനും ഉറപ്പുവരുത്തണം. നിങ്ങളുടെ മക്കൾക്ക് ആ അറിവ് പൂർത്തിയായി കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുമ്പോൾ മാത്രമേ ഈ ദീന് പൂർത്തിയാവുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ തന്നു പക്ഷെ നിങ്ങളത് പൂർത്തിയാക്കിയിട്ടില്ല, നിങ്ങളുടെ മക്കൾക്ക് അത് പൂർത്തിയായിട്ടില്ല, നാളെ നിങ്ങളുടെ മക്കൾക്ക് അത് ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ക്ലാസ് റൂമിലേക്ക് കയറി വരുന്നത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളും കൂടി മനസ്സുറപ്പിച്ച് വേണം കയറി വരാൻ. ഞാൻ ഉറപ്പ് തരാം, നിങ്ങളുടെ മക്കൾക്ക് നല്ല ദീനി വിജ്ഞാനമായിരിക്കും ഇവിടുന്ന് കിട്ടുന്നത്. അതെനിക്ക് ഉറപ്പുണ്ട്. കാരണം ഈ ഗ്രൂപ്പിലേക്ക് കയറി വരുന്നവർ അവരെ ടീച്ചേഴ്സ് ക്ലാസ്സിലിരുത്താൻ വേണ്ടിയിട്ട് അവരെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഒട്ടുമിക്ക സമയങ്ങളിലും ആ കുട്ടികളെ ആ ക്ലാസ്സിലിരുത്താന് പറ്റില്ല, അവരെ ചെറിയ ക്ലാസ്സിലേക്ക് മാറ്റേണ്ടി വരും എന്ന് പറയാറുണ്ട് ടീച്ചേഴ്സ്. എന്താ കാരണം? അവർ പഠിച്ചു വന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ ആ അറിവ് ഞങ്ങളുടെ ക്ലാസ് റൂമിലെ അതേ സെയിം ക്ലാസ്സുമായിട്ട് അത് ചേരുന്നില്ല. അവർക്ക് കിട്ടിയ അറിവ് അതിനും താഴെയുള്ള ക്ലാസ്സിലേക്ക് മാത്രമേ അത് എത്തുള്ളൂ.
അതുകൊണ്ട് തന്നെ ക്ലാസ്സിലെ ക്വാളിറ്റി എന്ന് പറയുന്നത് എനിക്ക് അത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ അത് നിങ്ങളാണ് അത് പൂർത്തിയാക്കി തരേണ്ടവർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദീന് കിട്ടാവുന്ന ഗ്രൂപ്പ് തന്നെയാണ്. പക്ഷെ അത് പൂർത്തിയാക്കേണ്ടത് നിങ്ങളാണ്. അല്ലെങ്കിൽ ഇടയിൽ വെച്ച് കൊഴിഞ്ഞു പോകേണ്ടി വരും. പല കുട്ടികളും അങ്ങനെ ഇടയിൽ വെച്ച് കൊഴിഞ്ഞു പോകാറുണ്ട്. എന്തിനാ കൊഴിഞ്ഞു പോകുന്നത്? അവര് ചില ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പിന്നെ ടീച്ചർ പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ ഞാൻ ആ കുട്ടിന്റെ അറ്റൻഡൻസ്, നമ്മൾ എല്ലാ ദിവസവും അറ്റൻഡൻസ് എടുക്കുന്നുണ്ട്. അപ്പം ആ അറ്റൻഡൻസ് ലിസ്റ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ ആ കുട്ടി അധിക ദിവസം ക്ലാസ്സിൽ കയറാറില്ല ആ കുട്ടി. ക്ലാസ്സിൽ കയറിയാൽ തന്നെ ടീച്ചറുടെ അടുത്ത് ചോദിച്ചപ്പം ടീച്ചർ പറഞ്ഞത് ആ കുട്ടി വീഡിയോ ഓൺ ചെയ്യൂല, ആ കുട്ടി എന്നോട് ചോദ്യം ചോദിച്ചാൽ ആ കുട്ടി ഉത്തരം പറയില്ല, ഓഡിയോ ശരിക്കും ഓൺ ആക്കൂല, കുട്ടിയെ കളിക്കുകയാണ് തോന്നുന്നുണ്ട് അവിടെ. ആ കുട്ടിന്റെ പാരന്റ്സിന്റെ അടുത്ത് ഒന്നിരട്ട് വട്ടം പറഞ്ഞതാണ്, പക്ഷെ അവര് അത് കെയർ ചെയ്തിട്ടില്ല. ആ കുട്ടിക്ക് ഞാൻ എന്താണ് തിരിച്ച് ആ കുട്ടിന്റെ പാരന്റിന്റെ അടുത്ത് എന്താണ് ഞാൻ പറയേണ്ടത്? നിങ്ങളെ കുട്ടീനെ നിങ്ങൾ കെയർ ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങളെ കുട്ടി പഠിക്കാത്തത് എന്ന് ഞാൻ പറഞ്ഞാൽ, അത് നിങ്ങളോടാണ് ആ പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമോ? അതൊക്കെ ഗ്രൂപ്പാണ് ചെയ്യേണ്ടത്. ഗ്രൂപ്പ്, ഓൺലൈൻ ഗ്രൂപ്പ് എങ്ങനെ അത് ചെയ്യും? നിങ്ങൾ തന്നെ പറയണം. ഒരു ഓൺലൈൻ ഗ്രൂപ്പിൽ നമുക്ക് ഒരു ക്ലാസ് റൂമിന്റെ ഒരു സൂമിന്റെ ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ കയറി ആ കുട്ടി വീഡിയോ ഓഡിയോ ഓൺ ചെയ്ത് ടീച്ചറുടെ മുമ്പിൽ ഇരുന്നാലല്ലേ ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അത് ടീച്ചർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അത് പാരന്റിന്റെ കഴിവുകേട് കൊണ്ടല്ലേ അത് സംഭവിച്ചത്. അപ്പം ഇത് നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് കുറച്ചു കാലെങ്കിലും നിങ്ങൾ ഒരു 5ാം ക്ലാസ് വരെ കുട്ടികളുടെ പിന്നാലെ നിങ്ങൾ പിന്നാലെ നടക്കണം. നിങ്ങൾക്ക് എന്ത് തന്നെ തിരക്കാണെന്ന് പറഞ്ഞാലും നിങ്ങളത് പിന്നാലെ നടന്നാലേ നാളെ നിങ്ങൾക്കത് ഉപകാരപ്പെടും. കാരണം 5ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ സ്വയം പര്യാപ്തതയിലേക്ക് അവർ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അറിയാം എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് പഠിക്കേണ്ട രീതി. ഇത് ആദ്യം നിങ്ങൾ ഈ 5ാം ക്ലാസ് വരെ നിങ്ങൾ അത് പഠിപ്പിച്ചു കൊടുത്താൽ മാത്രമേ 6ാം ക്ലാസ് മുതൽ കുട്ടി സ്വയം ചെയ്യാൻ തുടങ്ങുള്ളൂ. അല്ലെങ്കിൽ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ ഉമ്മ ഇങ്ങനെ പിന്നാലെ നടന്ന് പഠിച്ചോ പഠിച്ചോ, ബുക്ക് എടുത്തോ, പഠിച്ചോ, ചെയ്തോ, ഹോംവർക്ക് ചെയ്തോ, ട്യൂഷന് പോയോ, ഇത് പിന്നാലെ നടന്ന് ചെയ്യേണ്ടി വരും. അതായത് 5ാം ക്ലാസ് വരെ കൊടുക്കേണ്ട അറ്റൻഷൻ കൊടുക്കാതെ 10ാം ക്ലാസ്സിൽ പോയിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ഫ്രൂട്ട് കിട്ടൂല. ഇതാണ് പല മാതാപിതാക്കളും ചെയ്യുന്നത്. പിന്നീട് പറയും എന്റെ മക്കൾ പഠിക്കുന്നില്ല, എന്റെ മക്കള് അങ്ങനെ ആക്കുന്നില്ല, എന്നെ അനുസരിക്കുന്നില്ല. അനുസരണാശീലം വരേണ്ടത് ചെറുപ്പത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾ അറ്റൻഷൻ സീക്കേഴ്സ് ആണ്. അവർക്ക് കൊടുക്കണം. നിങ്ങൾ അവരെ സ്നേഹിക്കണം. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉമ്മ കൊടുക്കണം. അവരോട് കാരുണ്യത്തോട് കൂടി സംസാരിക്കണം. അവരെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് പൊട്ടുമ്പോത്തിന് അവരെ പിടിച്ചടിക്കരുത്. എന്തിനാ അടിക്കുന്നത്? നമ്മുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് പൊട്ടാറില്ലേ? നിലത്ത് ഗ്ലാസ് വീണാല് അതിന് ശബ്ദം ഉണ്ടായതിന് അവനെ ഒച്ചിടാൻ പാടുണ്ടോ? നമ്മളെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീഴാറില്ലേ? അതിനാണോ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഖലീഫയാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ വീടുകളിൽ വെച്ചത്? നമ്മളൊക്കെ നമ്മുടെ വീട്ടിലെ ഖലീഫമാരാണ്. അതായത് വീട്ടിലെ ആ ഒരു കെയർ എടുക്കേണ്ട ആളുകളാണ്. അവര് എന്താ മറ്റുള്ളവരോട് ചെയ്യേണ്ടത്? അവരോട് കാരുണ്യം കാണിക്കുക ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കാരുണ്യമല്ലേ കാണിച്ചിട്ടുള്ളൂ. നമ്മൾ ചെയ്യുന്ന തെറ്റിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വന്ന് ശിക്ഷിച്ചിരുന്നെങ്കിൽ നമ്മളൊന്നും ദുനിയാവിൽ ഉണ്ടാവില്ല. എനിക്കും നിങ്ങൾക്കും അറിയാം. ഞാനും നിങ്ങളും ഒക്കെ ചെറുപ്പകാലത്ത് ചെയ്തു പോന്ന തിന്മകളുടെ എണ്ണം എത്രയാണെന്നുള്ളത് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. എന്നിട്ട് നമ്മൾ പോയിട്ട് മക്കളെ പഠിപ്പിക്കാൻ പോവുകയാണ്. മക്കൾക്ക് വേണ്ടത് സ്നേഹമാണ്, കാരുണ്യമാണ്. അല്ലാതെ നിങ്ങളുടെ ഉപദേശങ്ങളും നിങ്ങളുടെ പഠന രീതികളും അല്ല അവർക്ക് വേണ്ടത്. അവർക്ക് കാരുണ്യം കൊടുത്താൽ മതി, അവരോട് കാരുണ്യം കാണിച്ചാൽ മതി, അവരെ സ്നേഹിച്ചാൽ മാത്രം മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങളുടെ മക്കളെ നിങ്ങൾ പറയുന്നിടത്ത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. നിങ്ങൾ സ്നേഹിക്കുക. ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ മടിയിലിരുത്തി നിങ്ങൾ കൊഞ്ചിക്കണം, സ്നേഹിക്കണം, കൊഞ്ചിച്ച് ചോദിക്കണം വാപ്പ മക്കളടുത്ത്. കെട്ടിപ്പിടിച്ച് കിടക്കണം വാപ്പ മക്കളെ. വാപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ഒരു സംരക്ഷണമാണ്. ആ വാപ്പാന്റെ ആ ഒരു 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 കൂട്ടിപ്പിടിക്കലുണ്ടല്ലോ മക്കളെ, അത് എല്ലാ ദിവസവും മക്കൾക്ക് കൊടുക്കണം. എല്ലാ ദിവസവും കൊടുക്കണം അത് മക്കൾക്ക്.
കൂട്ടിപ്പിടിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്നിരിക്കണം. നിങ്ങൾ TV കാണുമായിരിക്കും, പലതും ചെയ്യുമായിരിക്കും, പക്ഷെ അതിന്റെ കൂടെ ആ വാപ്പ മക്കളെ കെട്ടിപ്പിടിക്കണം. ഒന്ന് കെട്ടുമ്മ കിടന്നൊന്ന് കൊഞ്ചിക്കണം, ഒന്ന് കളിക്കണം. ഇത് കൊടുക്കാതിരുന്നാല് നിങ്ങൾ കണ്ണുകൊണ്ട് കാണും നിങ്ങൾ നാളെ ഒരു ദിവസം ആ മക്കള് നിങ്ങളെ വിട്ടിട്ട് പുറത്തു പോകുന്നത്. അത് ചിലപ്പോ ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ ആയിരിക്കും, ചിലപ്പോ അല്ലെങ്കിൽ ലഹരിന്റെ കൂടെ ആയിരിക്കും, ചിലപ്പോ വേറെ എന്തെങ്കിലും ആയിരിക്കും. നിങ്ങൾ പറഞ്ഞത് അനുസരിക്കുന്ന ഒരു മക്കളായിട്ട് നിങ്ങൾക്ക് അവരെ കാണണമെങ്കിൽ ഇന്ന് നിങ്ങൾ അതിന് വളർത്തിയിരിക്കണം. എന്നിട്ട് നിങ്ങൾ നല്ലപോലെ കൊഞ്ചിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവരോട് പഠിക്കാൻ പറഞ്ഞാൽ അവർ ചെയ്യും, അവർ പഠിക്കും, അവരിയ്ക്കും നിങ്ങളുടെ കൂടെ. ഇതൊന്നും ചെയ്യാതെ കുറെ ഉപദേശങ്ങളാണ്. രാവിലെ നീറ്റ ഒച്ചയാണ്, ഉമ്മാന്റെ ഒച്ച, വാപ്പാന്റെ ഒച്ച. രാത്രി കിടക്കുന്നവരാ കുട്ടികൾക്ക് ഉമ്മാനെയും വാപ്പാനെയും മുഖത്തേക്ക് നോക്കുന്നത് തന്നെ വെറുപ്പായിരിക്കും. അത് പഠിച്ചോ, ഇത് പഠിച്ചോ, ആ ക്ലാസ്സിന് കയറിയോ, ഈ ക്ലാസ്സിന് കയറിയോ, അങ്ങോട്ട് പോയോ, ഇങ്ങോട്ട് പോയോ, ബുക്ക് എടുത്തു വെച്ചോ, വൈകുന്നേരം വന്ന ട്യൂഷന് പോയോ. ഇത് മാത്രമായിട്ട് മാതാപിതാക്കള് മക്കളെ ചുറ്റും ഇങ്ങനെ തിരിയാണ്. ഇതല്ല പഠനം, ഇതല്ല പഠിപ്പിക്കല്, ഇതല്ല ദീനിയാത്ത്. ദീനിയാത്ത് മക്കൾക്ക് സ്നേഹം കൊടുക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹുവിനൊക്കെ അവരൊക്കെ സ്നേഹിച്ചതും കൊഞ്ചിച്ചതൊക്കെ ഹദീസുകളിൽ കാണാം. അവർക്ക് സ്നേഹമായിരുന്നു കൊടുത്തിരുന്നത്, അല്ലാതെ ദീനല്ലായിരുന്നു അവർക്ക് പറഞ്ഞു കൊടുത്തത് തുടക്കത്തിലൊന്നും. അതൊക്കെ അവരെ ആ ഒരു ഉള്ളിന്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലാണ് അവരെ, ചിറകിന്റെ ഉള്ളിലാണ് അവരെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവര് സ്വയം നമ്മളടുത്ത് പറയും, ഇന്ന് ക്ലാസ്സിൽ കയറേണ്ട ഉമ്മ, എന്റെ മൊബൈൽ ഒന്ന് ഓണാക്കി തരും, എനിക്ക് ക്ലാസ് ഉണ്ടെന്ന്. അവര് നമ്മളെ കൂടെ നമ്മളൊപ്പം അവര് ചിന്തിക്കും, നമ്മൾക്കൊപ്പം ചിന്തിച്ച് വളരും അവര്. ഇത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര തന്നെ വളവിട്ടിട്ടും പഠിപ്പിച്ചിട്ടും ഒന്നും കാര്യമില്ല. അതൊന്നും നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. മക്കളെ അടിക്കേണ്ടതിടത്ത് മാത്രം അടിക്കാൻ പാടുള്ളൂ. ആ അടിക്കുന്നത് പോലും ഒരു ഈർക്കിളി കൊണ്ട് മാത്രം അടിക്കാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങളെ കൈ കൊണ്ട് അടിക്കുക, മുഖത്തടിക്കുക, കയ്യിലടിക്കുക, കാലിലടിക്കുക, അതൊക്കെ നല്ല ശ്രദ്ധിക്കണം. മക്കളെ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. അതൊന്നും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കപ്പെട്ടതല്ല. അത് എന്തിനു വേണ്ടിയിട്ട്, ഇതൊക്കെ ഈ സ്നേഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് അവര് നമസ്കരിക്കാത്തതിന് 8 വയസ്സായിട്ട് നമസ്കരിക്കാതിരിക്കുമ്പോൾ, അത് എങ്ങനെയാ നമസ്കരിക്കാതിരിക്കുന്നത്? നമ്മളടുത്തുനിന്ന് അവർ കണ്ടിരിക്കണം. എല്ലാ ദിവസവും നമ്മൾ നമസ്കരിക്കുന്നത് ചെറുപ്പം മുതൽ അവർ കണ്ടിരിക്കണം. നമ്മൾ നമസ്കരിക്കുന്നത് നമ്മളെ കൂടെ കൊണ്ടുവന്നിരുത്തണം അവരെ നമസ്കരിക്കേണ്ട ആ സമയത്തൊന്നും. പക്ഷെ നമ്മൾ നമസ്കരിക്കുന്നതിന്റെ നമ്മൾ നമസ്കാരപ്പായയിൽ അവരെപ്പോഴും ഉണ്ടായിരിക്കണം. അത് കണ്ടു വളർന്നാൽ മാത്രമേ 8-ാം വയസ്സിൽ നമ്മൾ കുട്ടിയോട് നമസ്കരിക്കാൻ കൽപ്പിക്കാതെ തന്നെ അവര് നമ്മളെ കൂടെ നമസ്കരിക്കൂ. പാപ്പ പള്ളിയിൽ പോകണ്ടെന്നെങ്കിൽ കുട്ടിനെയും ഒപ്പം കൊണ്ടുപോയാൽ കുട്ടി നമസ്കരിക്കും. അങ്ങനത്തെ കുട്ടികൾ നമസ്കരിക്കാൻ പള്ളിയിൽ പോകും, അല്ലാത്തവരെ നമസ്കരിക്കാൻ പോകും. ഒട്ടുമിക്ക മുസ്ലിം കുടുംബങ്ങളിലും നമസ്കരിക്കാത്ത മക്കളാണ്. മിക്കവാറും 90% മുസ്ലിം കുടുംബങ്ങളിൽ നമസ്കരിക്കാത്ത മക്കളാണ്. കാരണം അവർക്ക് 10-ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ പോകുന്നു. അപ്പൊ അവർക്ക് നമസ്കാരം എന്നുള്ള പറഞ്ഞിട്ടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. കല്യാണത്തിന്റെ, ഒരു പെൺകുട്ടിന്റെ കല്യാണം കഴിപ്പിച്ചയക്കുന്നതിന്റെ 2 മാസം മുമ്പ് കുട്ടിനെ ഖുർആന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ പറഞ്ഞയക്കണം ഓൺലൈൻ ക്ലാസ്സുകളിൽ. 2 മാസം 3 മാസം മുമ്പ്. അതായത് ഖുർആന് എന്തെങ്കിലും അറിയണ്ടേ? പുതിയൊരു വീട്ടിലേക്ക് കയറി ചെല്ലല്ലേ, മോൾക്ക് ഖുർആൻ വായിക്കാൻ അറിയില്ല. ഇതാണ് ഇന്നത്തെ മുസ്ലിം കുടുംബങ്ങൾ. എനിക്കറിയാം, എന്റെ കുടുംബത്തിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓതി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഉമ്മ കുട്ടീനെ പറഞ്ഞേക്കണം. കാരണം പറഞ്ഞയക്കുന്നത് കുറച്ചൊരു ദീനുള്ള കുടുംബത്തിൽക്കാണ്. അപ്പം കുട്ടിക്ക് ഖുർആൻ പാരായണം അറിയില്ല, ഖുർആൻ പാരായണം അറിയില്ല, എന്ത് ചെയ്യും? ഇതാണ് ഇന്നത്തെ മുസ്ലിം കുടുംബങ്ങളിലെ ദീന്. അപ്പം ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഞാൻ അവതരിപ്പിക്കുന്നത്, നിങ്ങള് ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം. നിങ്ങളുടെ കണ്ണ് തുറക്കണം. നിങ്ങൾ കണ്ണ് തുറന്ന് നിങ്ങളുടെ ഹൃദയത്തെ തുറന്ന് മക്കളെ സ്നേഹിക്കുകയും ആ സ്നേഹത്തിലൂടെ നിങ്ങളുടെ ദീന് അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അല്ലാതെ
ഒരു 10ാം ക്ലാസ്സിലെത്തുമ്പോൾ വടി എടുത്തിട്ട് മോനെ നിസ്കരിക്കുക, മോളെ നിസ്കരിക്കുന്ന പറഞ്ഞാൽ ഒരു മക്കളും നിസ്കരിക്കാനൊന്നും പോകുന്നില്ല. ആ വടി പിടിച്ചു വാങ്ങിച്ച് അവർ വലിച്ചെറിഞ്ഞിട്ട് അവരെ ഇറങ്ങിപ്പോകും. അത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണും ചെയ്യും. ആ സമയത്ത് നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കരുത് എന്റെ മോനെ എന്നെ അനുസരിക്കുന്നില്ല, എന്റെ മോൾ എന്നെ അനുസരിക്കുന്നില്ല. അതിലെ യാതൊരു ഉപകാരവും ഇല്ല. കാരണം എന്താണ്? നിങ്ങൾ ചെയ്യേണ്ട സമയത്ത് നിങ്ങളുടെ കർമ്മം നിങ്ങൾ ചെയ്യാത്തത് കൊണ്ട് ആ കർമ്മഫലം നിങ്ങൾ അനുഭവിക്കുകയാണ്. ആ കർമ്മഫലത്തിന് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറ്റം പറയാൻ പറ്റും നിങ്ങൾക്ക്? എന്റെ മോന് കേടുവന്നതിന് എന്റെ മോന് കേടുവന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹിന്റെ മുമ്പിൽ പോയി ഇരുന്ന് കരഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമോ? ഇല്ല. കാരണം എന്താ? റബ്ബ് പറഞ്ഞ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തില്ല, നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കിയില്ല. ഇന്ന് നിങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുമ്പം അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് പാപമോചനം തരും. നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് എന്നോട് പുറത്തു തരണേ റബ്ബേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തു തരും. പക്ഷെ കർമ്മഫലം പോകൂല. കർമ്മഫലം പോകണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഇനി ഒരു ദീന് പഠിച്ചിട്ട് വരണം. ആ ദീന് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. എന്റെ മോൻക്ക് സൽബുദ്ധി കൊടുക്കണേ, എന്റെ മോൾക്ക് സൽബുദ്ധി കൊടുക്കണേ. ഈ ദുആ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം കഴിക്കുക. അങ്ങനെ കണ്ടാൽ എത്രയോ ഉമ്മമാര് ഇന്ന് ഞാൻ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇഷ്ടംപോലെ ഉണ്ട്. വാപ്പ മരിച്ചിട്ടൊരു മോളെ വളർത്തിയ ഒരു ഉമ്മാന്റെ കഥ അടുത്ത് ഞാൻ കണ്ടതാണ്. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പഠിക്കാൻ വന്നൊരു ഉമ്മയാണ്. മോള് പഠിച്ചു വളർന്നു വലിയ കമ്പനിയിലാ. പക്ഷെ മോൾക്ക് ഉമ്മാനെ ഒപ്പം നിർത്താൻ താല്പര്യമില്ല. മോൾക്ക് പണിക്കാരത്തി മതി. ഉമ്മാനെ അവള് തിരിച്ചയച്ചു നാട്ടിലേക്ക്. ദുബായില് വലിയ കമ്പനിയിൽ ജോലിയാ. അമ്മ ഇങ്ങനെ ഇടക്കിടക്ക് ഉപദേശിക്കുന്നു. അപ്പൊ മോൾക്ക് അത് പറ്റുന്നില്ല. എന്നെ ഉമ്മാനെ തിരിച്ചയച്ചു. ഉമ്മാക്ക് നാട്ടില് വേറെ സ്ഥലമൊന്നുമില്ല. ആങ്ങളുടെ കൂടെ പോയി നിൽക്കുന്നിട്ട് ഉമ്മ. എന്നിട്ട് മോളെ ഉപദേശിക്കാൻ എവിടുന്ന് ഞാൻ എങ്ങനെ ഉപദേശിക്കും? ആരുപദേശിച്ചാ ആ മോള് കേൾക്കും? നമുക്ക് ഒരൊറ്റ മാർഗ്ഗേ അപ്പുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പാപമോചനം തേടാൻ, നമ്മുടെ ഖബറും ആഖിറവും നന്നാക്കി തരാൻ അള്ളാഹിനോട് ദുആ ചെയ്യും. എന്തായാലും ദുനിയാവ് കഴിഞ്ഞു. ദുനിയാവിൽ ഇനി ഒരു മടക്കമൊന്നും ഉണ്ടാവില്ല. ആ കാലഘട്ടം കഴിഞ്ഞു. മക്കളെ പഠിപ്പിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ആഖിറത്തിന് വേണ്ടിയിട്ടും ദുനിയാവിന് വേണ്ടിയിട്ടും മക്കളെ നല്ല രീതിയിൽ വളർത്തുക, നല്ല രീതിയിൽ പഠിപ്പിക്കുക. പഠനം എന്ന് പറയുന്നത് കുറെ വടിയെടുത്ത് ഒച്ച ഉണ്ടാക്കി ഒച്ച ഇട്ട് അവരെ ചീത്ത പറഞ്ഞു അതൊന്നല്ല പഠനം. പഠനം എന്ന് പറയുന്നത് നിങ്ങൾ അവർക്ക് സ്നേഹം കൊടുക്കുക, കരുതൽ കൊടുക്കുക, കാരുണ്യം കൊടുക്കുക. അവര് നിങ്ങളുടെ വഴിക്ക് വരും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതായിരുന്നു നിങ്ങൾക്ക് തരേണ്ടിയിരുന്ന നസീഹത്ത്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല നമ്മൾ നമ്മുടെ ഗ്രൂപ്പിനെ പറ്റിയിട്ടും ഇതിലെ കാര്യങ്ങളെ കുറിച്ചിട്ടും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എത്തിക്കാനും കൂടിയിട്ടാണ് ഈ ക്ലാസ് റൂം ഒരുക്കിയത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായിട്ട് ഈ അമൽ പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. നമ്മൾ ഒരു അറിവ് തേടിക്കൊണ്ട് ഒരു അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിലേക്ക് സഞ്ചരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻക്ക് ആ വഴി എളുപ്പമാക്കി കൊടുക്കും. അതായത് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. ആ വഴി എളുപ്പമാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളും ദുആ ചെയ്യണം. ഓക്കെ, ആ ദുആ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദീനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കേണ്ടത്. ഓക്കെ, ഈ ഗ്രൂപ്പ് തുടങ്ങിയത് 2014 സ്റ്റാർട്ട് ചെയ്തൊരു ഗ്രൂപ്പാണ് തജ്വീദുൽ ഖുർആൻ എന്ന് പറയുന്നത്. 2014 വാട്സപ്പ് തുടങ്ങിയ ആ സമയം മുതൽ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. തജ്വീദുൽ ഖുർആനും തഫ്സീറുൽ ഖുർആനും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. തഫ്സീർ ഓരോ ദിവസവും ഓരോ തഫ്സീർ പിന്നെ ഓരോ ജുസ് വീതം തഫ്സീർ പിന്നെ എഴുതിയത് ഓരോ ആളുകൾക്ക് എത്തിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടായിരുന്നു അത് നിന്നിരുന്നത്. അന്ന് ഞാനായിരുന്നു അത് ചെയ്തിരുന്നത്. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ അൽ ബക്രന്റെ ഓരോ ആയത്ത് ഓരോ അർത്ഥത്തോട് കൂടിയിട്ട് വന്നിരുന്ന ഒരു ഗ്രൂപ്പായിട്ടായിരുന്നു ഇതുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ആ ഗ്രൂപ്പിൽ നിന്ന് പല അമ്മമാരും അവർ പഠിച്ചത് ഓതിയിട്ട് എനിക്ക് അയച്ചു തരും. അപ്പം അതൊന്ന് കറക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവര് അയച്ചു തന്നിരുന്നു. അപ്പൊ ആ കറക്ഷൻ കൊടുക്കല് എന്തായാലും ഒരുപാട് ആളുകൾക്ക്, അതായത് 10,000-ഓളം ആളുകൾക്ക് ആ ക്ലാസ്സുകൾ ചെല്ലുന്നുണ്ടായിരുന്നു. നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് 60 ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെ കയ്യിലുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ആ സമയത്ത്
അത് എത്തിച്ചു കൊടുക്കുക അവരെ കറക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നടക്കാത്തൊരു കാര്യമായതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് തജ്വീദുൽ ഖുർആൻ എന്ന് പറയുന്ന ഈ ഒരു ഓൺലൈൻ പഠന സംവിധാനം. ഓക്കെ, നമ്മളെ വിഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എല്ലാവർക്കും, അതായത് സ്ത്രീകളെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. ഇതിലെ സ്ത്രീകളാണ് ഈ ഗ്രൂപ്പിലുള്ളത് മുഴുവനും. അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരു ഉത്തമമായിട്ടൊരു വഴി കാണിച്ചു കൊടുക്കാനും ദീന് പഠിക്കാനും അവർക്ക് വേണ്ടിയിട്ട് തന്നെ ജീവിത മാർഗങ്ങൾ ഒരുക്കി കൊടുക്കാനും ഒക്കെയാണ് നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുവഴി അവരുടെ മക്കളും, സ്ത്രീകളുടെ കൂടെ തന്നെ അവരുടെ മക്കൾക്കും അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ കാണിച്ചു കൊടുക്കുക, അവരേറ്റവും ഉത്തമരായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടിമകളാക്കി വളർത്തിക്കൊണ്ടുവരിക, നാളെ സ്വർഗം ലഭിക്കുക. ഇത് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും, ഇനിയിപ്പം നിങ്ങൾ എന്തെങ്കിലും പാകപ്പിഴകൾ വന്നാൽ പോലും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ദുആ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പാപമോചനം തേടുകയും എന്നിട്ട് ആത്മാർത്ഥമായിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ആ പരിശ്രമം നിങ്ങൾക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. അത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണുകയും ചെയ്യും. മക്കളുടെ ആ ഉന്നമനം നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. എപ്പോഴും ദുആ ചെയ്യാം. അതും ഉമ്മാന്റെ ദുആ. ഉമ്മമാര് എത്രയും നന്നായിട്ട് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. അവരിനിപ്പോ എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ തെറ്റ് ചെയ്യുന്നത് കണ്ടാലും നിങ്ങൾ അവരുടെ അടുത്ത് ഒരു കുറ്റം പറയണ്ട. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് നിങ്ങൾ പരാതി പറഞ്ഞാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് നിങ്ങൾ അവരെ നന്നാക്കി തരാൻ പറഞ്ഞാൽ മതി. നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും അവര് നന്നായിട്ട് വരുന്നത്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ അവരെ നേരിട്ട് കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സബബുകളാണ് അല്ലെ. ദുനിയാവിൽ ജീവിക്കാൻ നമുക്ക് നൽകിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് മക്കള്, അതിലൊന്നാണ് ഭർത്താവ്, അതിലൊന്നാണ് നമുക്ക് വീട്, ഭവനം, സമ്പത്ത്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. അതിൽ വരുന്ന തെറ്റുകുറ്റങ്ങള് അത് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്താണ് നമ്മൾ പറയേണ്ടത്. അത് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് പറയാ. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് പരിപൂർണമായിട്ടും ആ പ്രയാസത്തെ നീക്കിത്തരും. ഓക്കെ, ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല. നമ്മളെ ഗ്രൂപ്പിലെ കോഴ്സുകള് ബൈറൂഹ എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് നടക്കുന്നുണ്ട്. തഫ്സീറിന്റെ കോഴ്സാണ്. 3 വർഷത്തെ സർട്ടിഫൈഡ് കോഴ്സായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. 2 വർഷം കഴിഞ്ഞു അത്. അതുപോലെ തന്നെ നിസാ റിജാൽ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പൂർണ്ണമായിട്ട് പഠിപ്പിക്കുന്ന, വലിയ ആളുകൾക്ക് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളാണ്. അത് ആഴ്ചയിൽ 6 ദിവസത്തെ ക്ലാസ് ആണ്. എല്ലാ 3 മാസം കൂടുമ്പോഴും നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അൽഹംദുലില്ലാഹ് 13ാമത്തെ ബാച്ച് എത്തിയിട്ടുണ്ട്. തീരെ ഖുർആൻ അറിയാത്തവർക്ക് അല്ലെങ്കിൽ ഖുർആൻ പഠിച്ച് മറന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പാണ് ഇതൊക്കെ. അതുപോലെ തന്നെ നമ്മളെ ഹിഫ്ള് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഖുർആൻ ഹിഫ്ള്, അത് ആ ക്ലാസ്സുകൾ ഇതിൽ നടക്കുന്നുണ്ട്. അത് 5 വയസ്സ് മുതൽ 15 വയസ്സുള്ള കുട്ടികൾക്കുള്ളതാണ്. അത് ഏത് സമയത്തും അഡ്മിഷൻ എടുക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് ഏത് സമയത്തും അത് കുട്ടികൾക്ക് പഠിക്കാനും ഖുർആൻ പഠിച്ചവർക്ക് അത് ഹിഫ്ള് പൂർത്തിയാക്കാനും ഒക്കെ സഹായിക്കുന്ന ഗ്രൂപ്പാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത് ഈ മദ്രസയിലാണ്. ഓക്കെ, ഈ മദ്രസയിലാണ് മക്കളുള്ളത്. അതിലെ ഈ ബാച്ചാണ് ഇപ്പം ഇന്ന് സ്റ്റാർട്ട് ആവുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിലെ എ ബാച്ചിന്റെ പിന്നെ ഈ 1 വർഷം കഴിഞ്ഞതിന്റെ അനൗൺസ്മെന്റ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഓക്കെ, 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള പൂർണ്ണമായിട്ടുള്ള പഠനമാണ്. സിലബസ് അനുസരിച്ച് ബുക്ക് അനുസരിച്ചാണ് പഠിപ്പിക്കുക. 1 മുതൽ 8ാം ക്ലാസ് വരെ പഠിപ്പിക്കും. എക്സാമുകൾ ഉണ്ടാവും. 3 ടേം എക്സാം ഉണ്ടാവും. ആ എക്സാം, ഓരോ എക്സാം കഴിഞ്ഞ് അടുത്ത ടേം നടക്കും. 3 ടേം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്ലാസ് റൂമിലേക്ക് കയറും. ഓക്കെ, ദുആ ദിക്റുകള്, അതുപോലെ തന്നെ ഖുർആൻ പാരായണം പഠിപ്പിക്കല്, ഇതൊക്കെ ഇതിന്റെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. എല്ലാ ക്ലാസ് റൂമിലും 15 മിനിറ്റ്, ആദ്യത്തെ 15 മിനിറ്റ് ഖുർആൻ പാരായണം തന്നെയാണ് ഉണ്ടാവുക. ഖുർആൻ പാരായണം അത് ഏറ്റവും നന്നായിട്ട് ഖുർആൻ ഏറ്റവും തജ്വീദോട് കൂട്ടിയിട്ട് പഠിക്കാനുള്ള ഓരോ ക്ലാസ് റൂമുകളുമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ 3/4 മണിക്കൂർ നമുക്ക് സിലബസ് അനുസരിച്ചുള്ള ദീനി പഠനമായിരിക്കും ഉണ്ടാവുക. അപ്പം 1 മണിക്കൂറിന്റെ ക്ലാസ് റൂം ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. 5 ദിവസമായിരിക്കും ക്ലാസ്സുകൾ നടക്കുക. ഓക്കെ, ശനി ഞായറും മാത്രമായിട്ടുള്ള ക്ലാസ് റൂമുകളുണ്ട്. പക്ഷെ അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെട്ട ക്ലാസ് റൂം അല്ല. അത് തീരെ ഒന്നിനും പറ്റാത്തവർക്ക് മാത്രമായിട്ട് വെച്ചിട്ടുള്ള ക്ലാസ് റൂമുകളാണ്. അതായത് ഒരിക്കലും തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ക്ലാസ് റൂമാണ്.
അതില് ശരിക്കും സിലബസ് അനുസരിച്ച് പഠിപ്പിക്കാനും പറ്റില്ല. കാരണം അത്രയും കുറച്ച് സമയം കൊണ്ട് ഒരു ഒരു വലിയ സിലബസ് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല അതിൽ കുട്ടികൾ കയറുന്നതും വളരെ കുറവാണ്. കാരണം വീക്കെൻഡുകളിൽ എപ്പോഴും നമുക്ക് പല പരിപാടികളും ഉണ്ടാവില്ലേ, അമ്മമാരുടെ കല്യാണങ്ങളും ഒക്കെ ആ സമയത്താണ് നടക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ ഈ ഒരു കുട്ടികളെ പഠിപ്പിക്കലും കൂടി അതിന്റെ കൂടെ എന്തായാലും നടക്കാറില്ല ആർക്കും. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെയാണ് നടക്കാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാസ് അല്ലാത്ത വീക്കിലി ക്ലാസ് ആണ് പ്രോത്സാഹിപ്പിക്കപ്പെട്ടത്. ഓക്കെ, എല്ലാ ക്ലാസ്സിലും ടീച്ചേഴ്സ് ആയിരിക്കും, ലേഡീസ് ടീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഖുർആന് പൂർണ്ണമായിട്ടും തഫ്സീർ ഓരോ 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 വീക്ക് ആയിട്ട് പഠിക്കുന്ന ഒരു ക്ലാസ് റൂം ഉണ്ട്. പഠിക്കുന്ന ക്ലാസ് റൂം ഉണ്ട്. അത് വീക്കിലി ക്ലാസ് ആണ് ഉണ്ടാവുക. അതുപോലെ പുതിയതായിട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്ന കായിദ നൂറാനിയന്റെയും അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്നയും ഖുർആന് മനസ്സിലാക്കാനുള്ള എളുപ്പവഴി അത് വെച്ചിട്ട് നമ്മൾ ഒരു 2 വർഷത്തെ കോഴ്സ് പോലെ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പ്രീമിയം കോഴ്സാണ്. കാരണം അത് തീരെ ഖുർആൻ അറിയാത്തവർക്ക് അക്ഷരങ്ങൾ മുതൽ പഠിപ്പിച്ചു തുടങ്ങുന്ന ക്ലാസ് റൂമാണ്. അപ്പം ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടെങ്കിൽ ആ കോഴ്സിന് അവരെ ചേർത്തി കൊടുക്കണം. അവർക്കത് ഉപകാരപ്പെടും. സ്റ്റാർട്ടിങ് മുതൽ അക്ഷരങ്ങൾ എഴുതി പഠിച്ച് തുടങ്ങുന്ന ക്ലാസ് റൂം ആയിരിക്കും. അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് തീരെ അറിയാത്തവർക്കുള്ള കോഴ്സാണ്. തീരെ അറിയാത്തവരുണ്ടാവുമല്ലോ, പലർക്കും വരാറുണ്ട്. ദീനിലേക്ക് ആദ്യമായിട്ട് കയറി വന്നവര്, അവർക്ക് ദീന് തീരെ അറിയില്ല, അല്ലെങ്കിൽ ചെറുപ്പത്തിലൊന്നും അവര് പാരന്റ്സും പഠിപ്പിക്കാത്ത മക്കള്, ദീന് പഠിപ്പിക്കാത്ത മക്കൾ, അവർക്കൊക്കെ അക്ഷരങ്ങൾ പോലും അറിയാത്തവരുണ്ട് അല്ലെ. നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്, ഇടയിൽ ഉള്ളിന്റെ ഉള്ളില് ആരൊക്കെയോ അക്ഷരങ്ങളെ പോലും അറിയാത്തവരൊക്കെ ഉണ്ട്. ഖുർആൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അറബി മലയാളത്തിൽ, അതായത് മലയാളം നോക്കിയിട്ട് വായിക്കുന്നവരൊക്കെ എത്രയോ ആളുകളുണ്ട്. അവരെയൊക്കെയാണ് ഇതിലേക്ക് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യണം. ഓക്കെ, ആർക്കും ആരെയും അങ്ങോട്ടോ ഇങ്ങോട്ടോ അറിയൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ആരുടെയും കാര്യങ്ങൾ പുറത്ത് വിടുകയില്ല. ഓക്കെ, അവർക്ക് പേഴ്സണലായിട്ട് കൊടുക്കുന്ന ക്ലാസ് ആയിരിക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനിയുള്ളത് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മള് പുതുതായിട്ട് നമ്മള് മോണ്ടിസറി കോഴ്സ് തുടങ്ങുകയാണ്. മോണ്ടിസറി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇൻഷാ അല്ലാഹ്. ഏപ്രിലിൽ നമ്മൾ അതിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. ബുക്ക് വെച്ചിട്ട് സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ് റൂം ആയിരിക്കും. അതായത് pre-KG, KG, KG2 ഇങ്ങനെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. അതായത് 3 വയസ്സ് മുതൽ 5 വയസ്സിന്റെ ഇടയിലായിരിക്കും. 5 ദിവസം, ആഴ്ചയിൽ 5 ദിവസം 1 മണിക്കൂർ മാത്രം കുട്ടികൾക്ക് ക്ലാസ് റൂമായിട്ട് അവർക്ക് ബുക്കും അവർക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ അതൊക്കെ നമ്മൾ നേരിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കും. എന്നിട്ട് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കും. അത് ഇന്റർനാഷണൽ ലെവലിലായിരിക്കും അവർക്ക് എടുക്കുന്നത്. എല്ലാ സബ്ജക്ട്സും ഉണ്ടാവും. അറബിക് ഉണ്ടാവും, മാത്സ് ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും, ഹിന്ദി ഉണ്ടാവും, മലയാളം ഉണ്ടാവും, അതുപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റഡീസ് ഉണ്ടാവും, പിന്നെ ജനറൽ നോളജും ഉണ്ടായിരിക്കും. ഇങ്ങനെ എല്ലാതും പഠിപ്പിക്കുന്ന ഒന്നിച്ചുള്ള ഒരു കരിക്കുലായിരിക്കും ഉണ്ടാവുക. അവർക്ക് ഏത് സ്കൂളിലേക്കും അതിനുശേഷം കയറി ചെല്ലാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല. അതിന്റെ കൂടെ തന്നെ ഹിഫ്ളും അത് സ്റ്റാർട്ടാവും. അതിന്റെ കൂടെ തന്നെ കുട്ടികൾക്ക് ഈ 3 വർഷത്തിന്റെ ഉള്ളിൽ അവർക്ക് ഹിഫ്ളും കുറെ ഭാഗങ്ങൾ പൂർത്തിയാക്കി കൊടുക്കും, അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ. ഓക്കെ, കുറച്ച് കുട്ടികളെ എടുക്കുള്ളൂ. അപ്പം അതിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അനൗൺസ് ചെയ്യാം. ഓക്കെ, അതുപോലെ മെയ്യോട് കൂടിയിട്ട് നമ്മൾ 5ാം ക്ലാസ് മുതലുള്ള ട്യൂഷൻ സെന്ററും കൂടി ഇതിന്റെ കൂടെ തന്നെ വരും ഇൻഷാ അല്ലാഹ്. കാരണം കുട്ടികൾ മദ്രസ പഠിക്കുമ്പം പലപ്പോഴും പേരൻസ് പറയുന്ന ഒരു വലിയൊരു കംപ്ലൈന്റ് ആണ്, സ്കൂളത്തെ കുട്ടി പഠിക്കുന്നില്ല, മദ്രസയിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് സ്കൂളത്തെ കുട്ടിക്ക് കിട്ടുന്നില്ല, കുട്ടി സ്കൂളത്തെ പഠിക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ്. ആ കംപ്ലൈന്റ് ഞങ്ങൾ തീർക്കാന്ന് വിചാരിച്ചു ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല. ട്യൂഷനും കൂടി ഇതിന്റെ കൂടെ തന്നെ വെച്ചിട്ട് ക്ലാസ് റൂമിൽ എന്താണോ കുട്ടികൾക്ക് സ്കൂളിൽ എന്താണോ പഠിപ്പിക്കേണ്ടത് അതുകൂടി നമ്മൾ സിലബസിന്റെ ഭാഗമാക്കിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി. ഓക്കെ, അതിൽ നിന്ന് പുറത്തുനിന്നുള്ള കുട്ടികളെ എടുക്കും. ഇസ്ലാമിക് മാത്രമുള്ള കുട്ടികളെ മാത്രമല്ല, പുറത്തുനിന്നുള്ള കുട്ടികളെ കൂടി ആക്കിയിട്ട് ഒരു നോർമൽ ഒരു സ്കൂളിന്റെ അറ്റ്മോസ്ഫിയറിലായിരിക്കും ക്ലാസ്സുകൾ നടക്കുക. എല്ലാ ദിവസവും 1 മണിക്കൂർ ക്ലാസ്. പിന്നെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കേണ്ട കാര്യം കുട്ടികൾക്ക് വരില്ല ഇൻഷാ അല്ലാഹ്. അത് സിലബസ് അനുസരിച്ച് തന്നെ, അതുപോലെ തന്നെ എക്സാം ബേസ്ഡ് ആക്കി തന്നെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കും. അപ്പൊ പിന്നെ അവിടെ ഇനിയൊരു മദ്രസ പഠിക്കുന്നതുകൊണ്ട് സ്കൂളില്ല എന്നുള്ള ഒരു പരാതി ഇനി ആരും പറയാൻ പാടില്ല. ഓക്കെ, ആ ഒരു കാരണം ദീന് പഠിക്കുന്നതിനൊരു തടസ്സമായിട്ട് മാറാൻ പാടില്ല എന്നതുകൊണ്ടാണ്. ദുനിയാവിന്റെ കൂടെ തന്നെയാണ്
ആഹ്റവും കിടക്കുന്നത്. ഓക്കെ, ദുനിയാവ് പൂർത്തിയാവുമ്പോൾ മാത്രമേ ആഹ്റവും പൂർത്തിയാവുള്ളൂ. ഇപ്പൊ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല അടുത്ത മെയ്യോട് കൂടിയിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കും. ജൂണോട് കൂടിയിട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ക്ലാസ്സും ട്യൂഷൻ ക്ലാസ്സും അതിന്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ആവും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല. അതിനുള്ള ടീച്ചേഴ്സിനെ ഹയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, അടുത്തത് പിന്നെ അയാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റിന്റെ, ഞാൻ ബേസിക്കലി ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അപ്പം ഞാൻ പഠിച്ചൊരു ലെവലിലുള്ള ഒരു പഠന സംവിധാനം വേണം എന്നുള്ളത് കൊണ്ടും അത് ലേഡീസിന് മാത്രമായിക്കൊണ്ട് ഒരു പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് റൂം, അതായത് വിശ്വസിച്ച് പഠിക്കാൻ പറ്റിയ മക്കൾക്ക്, പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയൊരു സ്ഥലം വേണം എന്നുള്ളത് കൊണ്ടും അതിനു വേണ്ടി മാത്രമായിക്കൊണ്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ, അത് ഓൺലൈനിലായിരിക്കും. പക്ഷെ ബേസിക്കലി നിങ്ങൾ പാസ്സായി വരിക എന്നുള്ളത് തന്നെ ആയിരിക്കും. CA, ACCA, CMA കൂടി ഇതിന്റെ കൂടെ ഉണ്ടാവും. BComന്റെ കൂടെ തന്നെ പഠിക്കുന്ന രീതിയായിരിക്കും. നമ്മൾ ഒരു റെഗുലർ ക്ലാസ് റൂം പോലെ ആയിട്ട് തന്നെ നമ്മൾ തന്നെ ട്രെയിനിങ് കൊടുത്ത് കുട്ടികളെ പഠിപ്പിച്ചെടുത്ത് പാസ്സാക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് റൂം സെറ്റ് ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. കാരണം ഞാൻ പഠിച്ച ആ ഒരു രീതി എനിക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം 3 വർഷം കൊണ്ട് ഞാൻ ACCA കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. ഞാനൊരു ആവറേജ് പഠിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ആ ഒരു പഠന സംവിധാനം എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരുന്നു. എനിക്ക് ഒരു പേപ്പർ പോലും എനിക്ക് മിസ്സാവേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ, കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഭയങ്കര എക്സ്പെൻസീവ് പഠനമാണ് അല്ലെ, CAയും ACCAയും CMA ഒക്കെ. അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും നോക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്നാലും പോരാത്, അത് ഫോക്കസ് ചെയ്ത് നമ്മൾ പാസ്സാവുക എന്നുള്ള ആ ഒരു ഇന്റൻഷനിൽ തന്നെ നമ്മൾ തുടക്കം മുതൽ കടന്നു പോകേണ്ട ഒരു കോഴ്സുകളാണിത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകട്ടെ. അത് ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. വീട്ടിലിരിക്കുന്ന ഉമ്മമാർക്കൊക്കെ, ചിലരൊക്കെ പഠിച്ചിട്ട് നിർത്തിയവരൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. പിന്നെ അടുത്ത പിന്നെ നമുക്ക് ഫ്രീ കോഴ്സുകൾ നടക്കാറുണ്ട്. തജ്വീദിന്റെയും ഖുർആൻ പഠനത്തിന്റെ ഒക്കെ ഷോർട്ട് ടേം ആയിട്ട് ഒരു മാസത്തൊക്കെ കോഴ്സുകൾ അത് റമദാൻ കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും. അതേപോലെ പ്രീ മാരിറ്റൽ കോഴ്സുകൾ, അത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഫാമിലി കപ്പിൾസിനൊക്കെ പിന്നെ ഒരു മാരിറ്റൽ കോഴ്സ് വേണം എന്നുണ്ടെങ്കിലൊക്കെ, ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അത് രണ്ടുപേർക്കും കൂടി കപ്പിൾസിനായിക്കൊണ്ട് കോഴ്സുകൾ കൊടുക്കും. ഓക്കെ, ഡോക്ടേഴ്സിന്റെ അവർ കൊടുക്കും. ഓക്കെ, ഇത് നമ്മള് ഡിജിറ്റലൈസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ നമ്മൾ വാട്സപ്പിലാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അതിനെ നമ്മള് പിന്നെ അതിന്റെ ബൈറുഹ ഒക്കെ എല്ലാതും നമ്മൾ കോഴ്സുകൾ മുഴുവനായിട്ട് TQ എഡ്യൂടെക്കിന്റെ കീഴിൽ നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞതാണ്. അപ്പൊ അതിന്റെ പിന്നെ ആപ്പ് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യും. പിന്നീട് ആപ്പിലൂടെ ആയിരിക്കും കുട്ടികളുടെ പഠന സംവിധാനങ്ങളൊക്കെ നടക്കുന്നത്. അത് ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ടെക്നിക്കലായിട്ട് ചില കാര്യങ്ങൾ ആപ്പില് പിന്നെ അത് കിട്ടാനൊക്കെ അതിൻ്റെതായ താമസങ്ങളുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ തന്നെ നമ്മൾ ആപ്പിലേക്ക് മാറും. പിന്നെ ഈ വാട്സപ്പിലായിരിക്കില്ല ക്ലാസ്സുകളൊക്കെ വരുന്നത്. ഓക്കെ, പിന്നുള്ളത് നിങ്ങൾക്കുള്ള ഉപദേശമാണ്. ഉപദേശം മീൻസ് ക്ലാസ് എങ്ങനെ നടത്തണം എന്നുള്ളത് നിങ്ങളൊക്കെ പുതിയതായിട്ട് വന്ന ആളുകൾക്കുള്ളതാണ്, അവരോട് പറയാനുള്ളതാണ്. അവർക്ക് വെൽക്കം ചെയ്യാണ് അവരെ ക്ലാസ്സിലേക്ക്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പഠന സംവിധാനം തന്നെയായിരിക്കും ഇത്. നിങ്ങൾക്ക് തൃപ്തിപ്പെടും എന്നുള്ളത് ഞങ്ങൾക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് അവൈലബിൾ ആയിരിക്കും, അതുപോലെ തന്നെ കോർഡിനേറ്റർ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാ മാസത്തിലും നിങ്ങൾക്ക് അറ്റൻഡൻസ് ലിസ്റ്റ് വരും. കുട്ടികൾ ഏതെങ്കിലും ക്ലാസ്സിൽ കയറാതെ പോയാലും ഒക്കെ നിങ്ങൾക്ക് അതിലൂടെ അറിയാൻ പറ്റും. പാരന്റ്സിന് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എല്ലാ 3 മാസം കൂടുമ്പോഴും എക്സാം നടക്കും. ആ എക്സാം സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആയിരിക്കും. അപ്പം ബുക്ക് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കയ്യിൽ വേണം. ബുക്കിന് വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കണം. നിങ്ങൾ പുതിയതായിട്ട് വന്നവര്, അല്ലാത്തവര് ബുക്ക്
കയ്യിലുണ്ടാവണം. അവർക്ക് വേണ്ടിയിട്ട് എക്സാം കണ്ടക്ട് ചെയ്ത് എക്സാം പാസ്സായാൽ മാത്രമേ നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ എടുക്കുകയുള്ളൂ. ഓക്കെ. അപ്പൊ കാക്കൊല്ല പരീക്ഷ, അരക്കൊല്ല പരീക്ഷ, കൊല്ല പരീക്ഷ ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ ഉണ്ടാവുക, എക്സാമുകൾ ഉണ്ടാവുക. വർക്കിംഗ് ഡേയ്സ് തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ് ഉണ്ടാവും. 1 മണിക്കൂറായിരിക്കും ക്ലാസ് റൂം ഉണ്ടായിരിക്കുക. ടൈമിങ് കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക. വീക്കെൻഡ് ക്ലാസ്സുകൾ സാറ്റർഡേ സൺഡേയിലുള്ളതായിരിക്കും. പിന്നെ ഈവനിങ് ബാച്ചുകളായിരിക്കും ഉണ്ടായിരിക്കും അധികം. പിന്നെ മോർണിംഗിൽ ഇപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ തീരെ ഒന്നും അറിയാത്തവരുണ്ടാവുമല്ലോ നമ്മളെ കൂട്ടത്തില്, പിന്നെ അതായത് മദ്രസയിലൊന്നും പോയിട്ടില്ല എന്നാലും പ്രായമായിട്ടുണ്ട്. ഇപ്പൊ 13-14 വയസ്സായിട്ടുണ്ട് കുട്ടികൾക്ക്, എന്നാലും മദ്രസയിലൊന്നും പോയ അറിവൊന്നുമില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരു ക്ലാസ് റൂം ഉണ്ട്. അവർക്ക് സിലബസ് അനുസരിച്ചായിരിക്കില്ല ക്ലാസ്, അവർക്ക് അക്ഷരങ്ങൾ മുതൽ തുടക്കം മുതൽ തന്നെ പഠിപ്പിക്കും. അങ്ങനത്തെ ഒരു വല്ലവരും നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് അഫ്ന ടീച്ചറിനെ കോണ്ടാക്ട് ചെയ്യണം. ഓക്കെ. ആരും പഠിച്ചിട്ടില്ല എന്നുള്ള ഒരു കാരണം നാളെ അള്ളാന്റെ മുമ്പിൽ നിങ്ങൾക്ക് പറയാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയുന്നത്. ഓക്കെ. ക്ലാസ് റൂമിലെ റൂൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ക്ലാസ്സിൽ ടൈമിന് ജോയിൻ ചെയ്യണം. കുട്ടികൾക്ക് നിങ്ങൾ അലാറം വെച്ച് തന്നെ കുട്ടികൾക്ക് അത് ഓർമ്മിപ്പിച്ചിട്ട് നിങ്ങൾ ക്ലാസ്സിൽ കയറ്റണം. ഓക്കെ. ഹോംവർക്കുകൾ റെഗുലർ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ടീച്ചേഴ്സിനെ ലിസൺ ചെയ്യണം. അതായത് നിങ്ങൾ വീഡിയോ ഓഡിയോ ഓൺ ചെയ്തിട്ട് വേണം ക്ലാസ്സിലിരിക്കാൻ. ഓക്കെ. പിന്നെ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ടീച്ചേഴ്സിനോട് സംസാരിക്കണം. കുട്ടികൾക്ക് എങ്ങനെയാണ് ഇതിൽ ഹാൻഡ് റേസ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. ഓക്കെ. അതുപോലെ തന്നെ ഒരു പ്രത്യേകമായിട്ടൊരു സീറ്റിൽ തന്നെ ഇരിക്കാൻ പരിശ്രമിക്കണം. കാരണം ഉപ്പ അവിടെ TV ഇട്ടിട്ടുണ്ടാവും. ആ ടിവിന്റെ അപ്പുറത്ത് ഇരുന്നിട്ട് മോന് പഠിക്കുന്നുണ്ടാവും. ഒരിക്കലും പഠിക്കാൻ കഴിയില്ല കുട്ടിക്ക്. വാപ്പാക്ക് TV കാണാനിൽ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ വാപ്പ TVയുമായിട്ട് റൂമിൽ പോയിരിക്കുക. ഓക്കെ. കുട്ടിനെ സ്വന്തമായിട്ട് ഇരുത്തി കൊടുക്കുക. കുട്ടി പഠിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ. ഓക്കെ. അല്ലെങ്കിൽ ഉമ്മാക്ക് വീട്ടിൽ വരുന്ന വിരുന്നുകാരെ സൽക്കരിക്കലാണെന്നുണ്ടെങ്കിൽ അത് ഉമ്മ ചെയ്യുക, കുട്ടിക്ക് പ്രത്യേകമായിട്ട് സ്ഥലം കൊടുക്കുക. ഓക്കെ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കണം. കുറെ കുട്ടികളൊക്കെ ഉണ്ടാവും, 10 കുട്ടികളിൽ കൂടുതൽ എന്തായാലും ക്ലാസ് റൂമിൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ മ്യൂട്ട് ചെയ്യാനും കുട്ടീനെ പഠിപ്പിച്ചു കൊടുക്കണം. ഓക്കെ. ക്ലാസ് റൂമിൽ. അതുപോലെ തന്നെ അല്ലാതെ വീട്ടിലുള്ള എല്ലാ കഥകളും ടീച്ചർക്ക് കേൾക്കാൻ പാകത്തില് മൈക്ക് ഓൺ ആക്കി ഇടരുത്. ഓക്കെ. അതുപോലെ കുടിക്കലും അതൊക്കെ നിങ്ങൾ ആദ്യം തന്നെ കുട്ടീനെ ഓർഗനൈസ് ചെയ്യണം. കുട്ടിക്ക് ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് ഭക്ഷണം കൊടുക്കലും, അതുപോലെ തന്നെ കുട്ടിക്ക് ഒരു 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 ബോട്ടിൽ വെള്ളം ക്ലാസ് തുടങ്ങുമ്പോൾ അവിടെ കൊണ്ടുപോയി വെക്കലും, പെന്ന് പെൻസിൽ ഇതൊക്കെ തൊട്ടടുത്ത് വെക്കലും, ഇതൊക്കെ നിങ്ങൾ കുട്ടീനെ ഓർഗനൈസ് ചെയ്യാൻ പഠിപ്പിക്കണം. ഓക്കെ. അതുപോലെ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ സ്കാർഫ് ഇട്ടിട്ട് വേണം ക്ലാസ് റൂമിൽ ഇരിക്കാനൊക്കെ. പിന്നെ ആണുങ്ങൾ പിന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ഔട്ട് ചെയ്യുന്നത് പരിപൂർണമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ടീച്ചേഴ്സ് ഇരിക്കുന്നത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള പുരുഷന്മാർക്ക് ടീച്ചേഴ്സിനെ കാണിച്ചു കൊടുക്കലല്ല, അത് ശരിയായൊരു രീതിയല്ല. അത് ഇതിൽ നിന്ന് തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണ് പാസ് ഔട്ട് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഉമ്മമാര് ശ്രദ്ധിക്കണം. ഓക്കെ. കുട്ടി ഇരിക്കുന്നത് വാപ്പ ഇരിക്കുന്നതിന്റെ കൂടെ ആണെങ്കിൽ അതിൽ നിന്ന് മാറ്റിയിട്ട് കുട്ടീനെ വേറെ ഇരുത്താനും, അതുപോലെ തന്നെ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ സ്കാർഫ് ധരിച്ച് ഇരുത്താനും ഒക്കെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. അതൊക്കെ ഒരു തർബിയത്താണ്. ഓക്കെ. ആ തർബിയത്ത് നിങ്ങൾ പരിപൂർണമായിട്ട് നോക്കണം. ഓക്കെ. പിന്നെ എന്റെ കുട്ടി പഠിക്കണില്ല ഇതൊന്നും ഒരിക്കലും നിങ്ങള് നിങ്ങള് ഇങ്ങനെ എന്റെ കുട്ടി പഠിക്കണില്ല അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. എന്റെ കുട്ടി പഠിക്കും. പഠിക്കാത്ത കുട്ടിയായിരിക്കും എന്നാലും പറയുക നിങ്ങൾ പഠിക്കും. എന്റെ കുട്ടി പഠിക്കുന്നുണ്ട്, അവനക്ക് ആവശ്യമുള്ളത് പഠിക്കുന്നുണ്ട്, അവന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പഠിക്കുന്നുണ്ട്. ഇതായിരിക്കണം നിങ്ങളെ നാവിൽ നിന്ന് വരുന്നത്. എപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കും. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി സംസാരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അതിന്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പോസിറ്റീവ്നെസ് എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. ഓക്കെ. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ. ഇൻഷാല്ലാ. ഇനി ലാസ്റ്റ് ആണ് നമ്മളെ ഗ്രൂപ്പിന്റെ അനൗൺസ്മെന്റ് ആണ്. അൽഹംദുലില്ലാ ഈ ഗ്രൂപ്പില് ക്ലാസ് റൂമില് ബാച്ച് ആൻഡ് പാസ് ഔട്ട് ആയ കുട്ടികൾ, പാസ് ഔട്ട് അല്ല റാങ്ക് ഹോൾഡേഴ്സ്. ഓക്കെ. അവർക്കുള്ള ഗിഫ്റ്റ് വൗച്ചേഴ്സ് അവർക്ക് അവരുടെ ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു കൊടുക്കും. ഓക്കെ. അവരുടെ ഇമെയിൽ ID എന്തായാലും ടീച്ചേഴ്സിന് കൊടുക്കുക കേട്ടോ. ഇൻഷാല്ലാ. ഓക്കെ. ഫസ്റ്റ് ലുബിന ടീച്ചറിന്റെ ക്ലാസ് റൂം, ഫസ്റ്റ് സ്റ്റാൻഡേർഡത്തെ ക്ലാസ് റൂമിലെ മാർക്കാണ് പറയുന്നത്. ഫസ്റ്റ് കിട്ടിയത് റയാൻ എന്ന് പറഞ്ഞ മോനാണ്, 198 മാർക്ക്.
അതേ ലെവൽ തന്നെയാണ് അബ്ദുൽ ഹാദിയും. 198 മാർക്കാണ്. A+ ആണ്. 200-ല് 198 ആണ് അവരുടെ മാർക്ക്. ഓക്കെ. അതില് പിന്നെ വീക്കെൻഡ് ക്ലാസ്സില് ദിയ മെഹ്റിനാണ്. 194 ആണ്. A+ തന്നെയാണ്. പിന്നെ ഉള്ളത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ B ക്ലാസ്സിലെ, അതായത് ഈവനിങ് ക്ലാസ്സിലെ, ഡെയിലി ക്ലാസ്സിലെ ആദിഫ് ഹസീബ് എന്ന് പറഞ്ഞ മോനാണ്. 195 ആണ്. ഓക്കെ. ബാരിക്. ഇതിലേക്ക് ഒരുക്കിയ മാതാപിതാക്കൾക്കാണ് ശരിക്കും റാങ്ക് കൊടുക്കേണ്ടത്. കാരണം ചെറിയ മക്കളാണല്ലോ, കുഞ്ഞു മക്കളാണ്. അവരതിലേക്ക് ഒരുക്കിയ മാതാപിതാക്കൾക്ക് എല്ലാവിധ ആശംസകളും. അടുത്തത് മുർഷിദ ടീച്ചറിന്റെ ക്ലാസ് റൂം. മുർഷിദ ടീച്ചറിന്റെ ക്ലാസ് സെക്കൻഡ് ക്ലാസ് റൂമാണ്. സെക്കൻഡ് എയും ബിയും. ഓക്കെ. അതില് 447 ആണ് മാർക്ക്. A+. ഫാത്തിമ സെൻഹ എന്ന് പറഞ്ഞ മോൾക്കാണ് A+ ആണ് 450-ലൊക്കെ. 3 മാർക്കേ പോയിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഐഹാം എന്ന മോനാണ്, ഐഹാം മുഹമ്മദ് ആണ് 2B-ല്. അത് 445 ആണ്. A+ ആണ്. ഓക്കെ. അത് മുർഷിദ ടീച്ചറിന്റെ ക്ലാസ് റൂം. ഓക്കെ. മാഷാ അല്ലാഹ്, അല്ലാഹു മുബാരിക്. മൂന്നാമത്തെ 2B-ലെ ക്ലാസ് റൂമുകളാണ്. അത് സജിന ടീച്ചറിന്റെ ക്ലാസ് റൂമുകളാണ്. വീക്കെൻഡ് ക്ലാസ്. അത് 396 ആണ്. അമാൻ എന്ന് പറഞ്ഞ മോൻക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. പിന്നെ സജിന ടീച്ചറിന്റെ തന്നെ ഷിബ്ലി എന്ന് പറഞ്ഞ മോൾക്ക്. ഷിബ്ലി മോനാണല്ലോ അല്ലെ? ഷിബ്ലി മോളാണ്, എനിക്ക് അറിയില്ല. 4th A-ലാണ് കേട്ടോ. 4th A-ല് ഷിബ്ലി എന്ന് പറഞ്ഞ കുട്ടിക്കാണ് 442 ആണ് മാർക്ക്. 450-ല് A+ ആണ് അവർക്കും കിട്ടിയിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ് തേർഡ് സ്റ്റാൻഡേർഡ്. ഓക്കെ. തേർഡ് സ്റ്റാൻഡേർഡിന് സൽമ ടീച്ചറിന്റെ ക്ലാസ് റൂമാണ് തേർഡ് സ്റ്റാൻഡേർഡ്. ആയിഷ റസാനയാണ് ഫസ്റ്റ് ആയിട്ടുള്ളത്. 495 ആണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ആയിഷ എറിനാണ് 4th B-യിലുള്ളത്. സന ടീച്ചറിന്റെ ക്ലാസ് റൂമാണ്. 4th A-ൻ്റെത് സജിന ടീച്ചറിന്റെ ക്ലാസ് പറഞ്ഞു. 4th B-യിലുള്ളത് ആയിഷ എറിൻ എന്ന് പറഞ്ഞ മോൾക്കാണ് 421 ആണ്. പിന്നെ ഫാത്തിമ റഫ്ന എന്ന് പറഞ്ഞിട്ടുള്ള മോൾക്ക് 5th സ്റ്റാൻഡേർഡിലെ ഷാജിദ ടീച്ചറിന്റെ ക്ലാസ് റൂം 437 ആണ് മാർക്കുള്ളത്. ഓക്കെ. ഇനി അടുത്തത് ഹിഫ്ലു ബാച്ചിന്. അവർക്ക് 2 കുട്ടികളാണ്. പിന്നെ 2 പേരും 2 ടൈമിലാണ് കംപ്ലീറ്റ് ചെയ്തത്. അമ്മജിസാണ് കംപ്ലീറ്റ് ചെയ്തത്. സാറ ഫൈസലും അതുപോലെ സാദ് ഫൈസലും 2 സിബ്ലിങ്സ് ആണ്. സുബ്ഹാനല്ലാഹ്. മാതാപിതാക്കൾക്കാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും. ഓക്കെ. അൽഹംദുലില്ലാഹ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ അനൗൺസ്മെന്റ് ഉള്ളത്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ബാക്കിയുള്ള കുട്ടികൾക്ക് അത് പ്രയാസമാവുമെന്ന് ഇല്ല. അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അവര് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല അടുത്ത അടുത്ത കാക്കൊല്ല പരീക്ഷയിൽ, അതായത് ഇപ്പൊ ഈ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അടുത്തതിൽ എക്സാം ഉണ്ടാവുമല്ലോ 3 മാസം കഴിഞ്ഞ്, ആ എക്സാമിൽ എനിക്ക് കാണേണ്ടത് ഇതേപോലെ തന്നെ എല്ലാ കുട്ടികളും ഇതേപോലെ ഫുൾ മാർക്കിൽ എനിക്ക് കാണണം. ഓക്കെ. ഇനി അതിനായിരിക്കണം നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. ഇത് പാരന്റ്സിനുള്ള ഒരു അനൗൺസ്മെന്റ് ആണ്. അവരുടെ മക്കളെ ഇനി ഇതിലേക്ക് കൊണ്ടുവരാനായിരിക്കണം നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. ഞാനിപ്പോ പറഞ്ഞല്ലോ, പാരന്റ്സിന്റെ അടുത്താണ്, മാതാപിതാക്കളുടെ അടുത്താണ് മക്കളെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഉള്ളത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ പാരന്റ്സ് മക്കളെ കഴിവുള്ളവരാക്കിയിട്ട് ഉയർത്തുക. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ മോന് പഠിക്കൂല, മോള് പഠിക്കൂല, അങ്ങനെ ഒരു ചിന്തയെ നിങ്ങളിൽ വരാൻ പാടില്ല. എന്റെ കുട്ടി അവന്റെ കഴിവിനനുസരിച്ച് പഠിക്കുന്നുണ്ട്, അവന്റെ കഴിവിനനുസരിച്ച് പഠിപ്പിക്കുകയും ചെയ്യണം. നിങ്ങൾ കഴിവിനനുസരിച്ച് പഠിപ്പിക്കുന്നു പറയുമ്പം അത് എങ്ങനെയെങ്കിലും പഠിച്ചോട്ടെ എന്നുള്ളതല്ല. നിങ്ങളൊപ്പം ഇരുന്ന് അവൻക്ക് കെയർ കൊടുത്ത്, അവൾക്ക് കെയർ കൊടുത്ത് നിങ്ങൾ ആ കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ അവർ പഠിക്കുന്നത് ഓരോ ദിവസവും നിങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് 1 മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നല്ല റിസൾട്ട് കിട്ടും. റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷിക്കാവുന്ന റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. മക്കളുടെ കൂടെ തന്നെ നിങ്ങൾ നിൽക്കുക. ഓക്കെ. ഇതിനാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് ആ തർബിയത്ത് പറഞ്ഞു തന്നത്.
നിങ്ങൾ ഒരിക്കലും അവരുടെ കെയർ ചെയ്യാത്തൊരവസ്ഥയിൽ വിട്ട് കളയരുത്. ഇനിയിപ്പോ അഥവാ നിങ്ങളുടെ അടുത്ത് കെയർ ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനി മുതൽ ആ കെയർ നിങ്ങൾക്ക് ഉണ്ടാകണം. ഓക്കെ, ആ കെയർ നിങ്ങൾ ചെയ്താല് ഇതിനേക്കാളും നന്നായിട്ട് എനിക്ക് നിങ്ങൾക്ക് എല്ലാവരെയും അതൊക്കെ ഈ നിങ്ങളുടെ നമ്മുടെ എല്ലാ മക്കളെയും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ കിട്ടിയവരെ വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും പിന്നെ അവരെ മാത്രം കുട്ടികളെ മാത്രം കാണിച്ചു അത് എനിക്കും അറിയാം, അത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കും നമുക്ക് മാതാപിതാക്കൾക്ക്. നമ്മളെ കുട്ടി അതിൽ പെട്ടില്ലല്ലോ എന്നുള്ള ഒരു വിഷമം. അതിനുള്ള ആ പരിഹാരം കൂടിയാണ് ഞാൻ ആദ്യത്തിൽ പറഞ്ഞത്. മക്കളെ ഇന്നു മുതൽ നിങ്ങൾ പരിഗണിക്കുകയും നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഓക്കെ, ശ്രദ്ധയോട് കൂടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വെക്കുക. ഒരു മാസം നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചു നോക്കും. അവർക്കുള്ള കെയർ കൊടുക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരോട് കെയറോട് കൂടിയിട്ട് സംസാരിക്കുക, അവരെ സ്നേഹിക്കുക, അവർക്ക് ഭയങ്കരമായിട്ട് അറ്റൻഷൻ കൊടുക്കുക. ക്ലാസ് റൂമുകളിൽ അവര് ക്ലാസ്സിൽ കയറിയാലും അവരെ പിന്നാലെ തന്നെ അവരപ്പുറത്തിരിക്കുക, അവര് പഠിക്കുന്നതും നോക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് എന്ത് ഇഷ്ടമായിരിക്കും എന്നറിയോ, ഒരു ഉമ്മാനെ അല്ലെങ്കിൽ വാപ്പാനെ അവനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വാപ്പാനും ഉമ്മാനും ഭയങ്കര ഇഷ്ടമായിരിക്കും മക്കൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കെയർ നിങ്ങൾ ഇന്ന് മുതൽ കൊടുത്തു തുടങ്ങും. ആ കെയറിന്റെ പ്രതിഫലം എന്താണെന്നുള്ളത് ദുനിയാവിൽ നിങ്ങൾക്ക് കാണാം, ആഖിറത്തിൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇന്നു മുതൽ നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങൾ ഇപ്പൊ പുതിയതായിട്ട് വന്നവർ പോലും അവരും നന്നായിട്ട് മക്കൾക്ക് അറ്റൻഷൻ കൊടുക്കുക. ഓക്കെ, അറ്റൻഷൻ സീക്കേഴ്സ് ആണ് എല്ലാ മക്കളും. അതിലേക്ക് നിങ്ങൾ അവരെ കൊണ്ടുവരണം. അത് ഈ ഞങ്ങളുടെയും കൂടി ആവശ്യമാണ്. കാരണം ഓരോ കുട്ടിയും പഠിച്ചിറങ്ങുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഗ്രൂപ്പിന് കൂടി കിട്ടുന്ന ഒരു അംഗീകാരമാണ്. ഓക്കെ, ഒരിക്കലും ഞങ്ങൾ വിചാരിക്കുന്നില്ല ഇത് ഒരു കുട്ടി മാത്രം അല്ലെങ്കിൽ രണ്ട് കുട്ടി മാത്രം അല്ല, അങ്ങനെയല്ല. എല്ലാ കുട്ടികളും ഒരുപോലെയാണ്. ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സിൽ കയറി വരുന്ന എല്ലാ കുട്ടികളും ഒരുപോലെ. അതിൽ ഏത് കുട്ടിനെയാണ് ടീച്ചർ കെയർ കൂടുതൽ കൊടുക്കുക എന്ന് വെച്ചാൽ ആ ടീച്ചറിനോട് അറ്റൻഷൻ കാണിക്കുന്ന കുട്ടിനെ ആ ടീച്ചർ കൂടുതൽ കെയർ കൊടുക്കും. അപ്പൊ അത് അവരുടെ ഒരു നാച്ചുറൽ പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ക്ലാസ് റൂമില് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കുക, മക്കൾക്ക് കെയർ കൊടുക്കുക, കൂടെ ഇരിക്കുക. ഒരു സൈഡിൽ ഉമ്മ ഇരുന്നാൽ മതി, പക്ഷെ ഇരിക്കണം. നിങ്ങൾ ഒരു മാസം ഇരുന്ന് നോക്കൂ, നിങ്ങളുടെ കുട്ടിനെ ഇതേ ലെവലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ അതിനെല്ലാവരും പരിശ്രമിക്കുക. കാരണം ഓരോ കുട്ടിയും റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ ആവുന്നത് അത് കുട്ടീന്റെ മാത്രം കഴിവുകൊണ്ടൊന്നല്ല, അത് ആ പാരന്റ്സിന്റെയും കൂടി കഴിവാണ്. ഓക്കെ, ആ പാരന്റ്സ് അതിന്റെ കൂടെ നടന്നത് കൊണ്ടാണ് ആ കുട്ടികൾക്ക് അത് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കെയർ നിങ്ങൾ കൊടുക്കണം, ആ കെയറിലേക്ക് നിങ്ങൾ എത്തണം. ഓക്കെ, അതിലേക്ക് എത്താൻ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ എല്ലാ മക്കളും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഈ പ്രൊജക്ടറിൽ നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ എനിക്ക് വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഇന്ന് മുതൽ പരിശ്രമിക്കണം. ഓക്കെ, എല്ലാ പാരന്റ്സും അതിനുവേണ്ടി പരിശ്രമിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അഫ്ന ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചറെ ക്ലാസ് റൂമിൽ നമ്മൾ എന്തായാലും പറയണം അവരുടെ അടുത്ത് ക്ലാസ്സിലെ പിന്നെ കാര്യങ്ങള്, ക്ലാസ് എങ്ങനെയാണ് ക്ലാസ്സിൽ എങ്ങനെയാണ് കുട്ടികൾ ഇരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അത് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് കുട്ടികൾ ഇരിക്കേണ്ടത് എന്നുള്ളത്. അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് പറഞ്ഞല്ലോ 2014 സ്റ്റാർട്ട് ചെയ്തതാണ്. 10,000-ലധികം സ്റ്റുഡൻസ് പഠിച്ചു പോയിട്ടുണ്ട്. അതിൽ 4,000-ഓളം സ്റ്റുഡൻസ് ഇപ്പം ഓൺലൈനിൽ നമ്മളിപ്പോ പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മള് സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് 1000-ഓളം സ്റ്റുഡൻസിന്. 700-ഓളം കുട്ടികൾ നമ്മൾ ഈ മദ്രസയിൽ പഠിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ കൂടെ 400-ഓളം കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ബൈറൂഹയിലും അതുപോലെ തന്നെ നിസാല് റിജാലിലും അതുപോലെ തന്നെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള കോഴ്സുകളിലും ഒക്കെ കൂടിയായിട്ട് നമുക്ക് 1,500-ലധികം സ്റ്റുഡൻസ് കയറി ഇറങ്ങിപ്പോയിട്ടുണ്ട്. 1,500 ആവൂല, എന്നാലും ആ ഒരു ഇത് പറഞ്ഞതാണ്. അതുപോലെ 70-ലധികം ടീച്ചേഴ്സ് അവിടെ പഠിപ്പിക്കാൻ കയറി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളിലും അതിലൊരു ഭാഗമാകാൻ പറ്റും. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ കഴിവുള്ളവരുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും ഇതിന്റെ ഒരു ഭാഗമാകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ കോണ്ടാക്ട് ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ട് നിങ്ങൾക്കും ഇതിലൊരു ഭാഗമാകാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല. ജസാക്കുമുല്ലാഹു ഖൈറൻ. അല്ലാഹുമ്മ ബാരിക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ് നിങ്ങൾക്കും ക്ഷമയോട് കൂടിയിട്ട് ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞു. അതിലൊക്കെ ജസാക്കുമുല്ലാഹു ഖൈറൻ. അല്ലാഹുമ്മ ബാരിക്. ഇനിയും ഇതിനേക്കാളും നല്ല ഒരു
ഇതിനേക്കാളും നല്ലൊരു സ്ഥലത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മക്കള് ഇത്രയും നേരം ശ്രദ്ധയോട് കൂടിയിട്ട് കുറേ മക്കൾ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാരന്റ്സും ഉണ്ടാവും ഇതേപോലെ ഇരിക്കുന്ന. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇൻഷാ അള്ളാഹ് നമ്മള് നന്ദി അറിയിക്കുകയാണ്. ഇതിന്റെ കൂടെ ഇരുന്നതിനും ഇത് കാണാനിരുന്നതിനും ഒക്കത്തിനും. അതുപോലെ പുതുതായിട്ട് വന്ന ആളുകൾക്ക്, പുതുതായിട്ട് വന്ന സ്റ്റുഡൻസിന് അവർക്ക് ആശംസ പറയാണ്. ഇൻഷാ അള്ളാഹ് അവർക്ക് ഇതിനൊക്കെ നല്ല ടീച്ചേഴ്സ് ആയിരിക്കും. നിങ്ങൾ ക്ലാസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ മനസ്സിലാവും. ക്ലാസ് ഇൻഷാ അള്ളാഹ് നാളെ മുതൽ സ്റ്റാർട്ട് ആവും. അപ്പം എല്ലാ സ്റ്റുഡൻസിനും എല്ലാ ആശംസകളും. ഇതേ ഒരു ടെമ്പോയിൽ, അതായത് പഠിക്കാൻ കയറി വന്ന ആ ഒരു തൃപ്തിയിൽ തന്നെ നിങ്ങൾക്ക് പൂർത്തിയാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മക്കൾക്ക് ഇടയ്ക്ക് പിന്നെ കഥകളൊക്കെ ഉള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കണം ഇൻഷാ അള്ളാഹ്. മക്കൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞത് മുഴുവനും വലിയ വലിയ ആളുകളുടെ സംസാരത്തിലാണ് ഞാൻ സംസാരിച്ചത്. അപ്പം മക്കൾക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാം ഇൻഷാ അള്ളാഹ്. ഇതിലെ ക്ലാസ്സിലെ ഏതെങ്കിലും സ്റ്റുഡന്റിന്റെ പാരന്റ്സിന് ആർക്കെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ അവർക്ക് ഒന്ന് സംസാരിക്കാനുള്ള ഒരു ഇതും കൂടി കൊടുത്തിട്ട് നമുക്ക് ഇൻഷാ അള്ളാഹ് നിർത്താം. ആർക്കെങ്കിലും ഗ്രൂപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും പറയണമെങ്കിൽ പറയാട്ടോ ഇൻഷാ അള്ളാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആർക്കും ഒന്നും പറയാനില്ല എന്ന് കരുതുന്നു. ഇൻഷാ അള്ളാഹ് എന്നാ നമുക്ക് നിർത്താം അല്ലേ അഫ്ന? നിർത്തല്ലേ? ഇൻഷാല്ലാ. ജസാക്കല്ലാ ഖൈർ. ഇത്രയും നേരം മാമിന്റെ വാക്കുകൾ എല്ലാരും കേട്ടത് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലിയറിങ് എന്തെങ്കിലും വേണമെങ്കിൽ അഫ്ന ടീച്ചറിനെ കോണ്ടാക്ട് ചെയ്താൽ മതി ഇൻഷാ അള്ളാഹ്. അതല്ലെങ്കിൽ വേറെയും കോർഡിനേറ്റേഴ്സ് ഉണ്ട്, അവരാരെങ്കിലും ജസീന ടീച്ചറിനെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹു ബാരിക്. നിങ്ങൾക്ക് പുതുതായിട്ട് വന്ന കുട്ടികൾക്കുള്ള ബുക്കിന് വേണ്ടിയിട്ടുള്ള അവരെ അഡ്രസ്സ് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അഫ്ന ടീച്ചർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ബുക്ക് നിങ്ങൾക്ക് ഒരാഴ്ചന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്തും. അതിന്റെ ഉള്ളിൽ ക്ലാസ് സ്റ്റാർട്ട് ആവും ചെയ്യും. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹു ബാരിക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.